ഹായ് മക്കളെ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വിങ്സ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ +2 സുവോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഹ്യൂമൻ റിപ്രൊഡക്ഷനുമായിട്ടാണ്. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതും എങ്കിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും വെയിറ്റേജ് കൂടിയതുമായിട്ടുള്ള ഒരു പാഠമാണ് നമ്മുടെ ഹ്യൂമൻ റിപ്രൊഡക്ഷൻ. അപ്പൊ അതിലെ കൂടുതലായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ആണ്. ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഈ വീഡിയോ കണ്ടു കഴിയുന്നതോടുകൂടി ഈ ക്ലാസ്, അതായത് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഫുൾ തറവ് ആവും. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യും കിട്ടും. അവിടുന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ രീതിയിൽ വരാം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? ആദ്യത്തെ ചാപ്റ്റർ ഹ്യൂമൻ റിപ്രൊഡക്ഷൻ. നമുക്ക് ആദ്യമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? റീഅറേഞ്ച് ദ ഫോളോയിങ് ഹ്യൂമൻ റിപ്രൊഡക്റ്റീവ് ഇവന്റ്സ് ഇൻ ദ കറക്റ്റ് ഓർഡർ ഓഫ് ദെയർ ഒക്യുറൻസ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇവിടെ കുറച്ച് റിപ്രൊഡക്റ്റീവ് ഇവന്റ്സുകൾ തന്നിട്ടുണ്ട്, അല്ലെ? ഘട്ടങ്ങൾ തന്നിട്ടുണ്ട്. അതിനെ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ കറക്റ്റ് ഓർഡർ, അത് നടക്കുന്ന ഓർഡറിനനുസരിച്ച് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം എന്തറിയണം? റിപ്രൊഡക്റ്റീവ് ഇവന്റ്സ് എന്താണെന്ന് അറിയണം, അല്ലെ? എന്തൊക്കെയാണ് ആ ഘട്ടങ്ങൾ എന്നറിയണം. അപ്പൊ നമുക്ക് ആദ്യം അതിലേക്ക് നോക്കാം. എന്തൊക്കെയാണ് ആ ഘട്ടങ്ങൾ എന്ന് നോക്കിയേ. ഇതാണ് റിപ്രൊഡക്റ്റീവ് ഇവന്റ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഘട്ടം എന്താണ്? ഗാമറ്റോജനസിസ് ആണ്. എന്താണ് ഗാമേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിപ്രൊഡക്റ്റീവ് സെല്ലുകളാണ്, അല്ലെ? നമ്മുടെ ഹ്യൂമൻ ബീങ്സ്, മനുഷ്യന്മാരിലുള്ള റിപ്രൊഡക്റ്റീവ് സെല്ലുകളെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഗാമേറ്റുകൾ എന്ന് പറയുന്നത്. ആ ഗാമേറ്റുകൾ ഉണ്ടാകുന്ന പ്രോസസ്, ജനസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർമേഷൻ എന്നാണ്. അപ്പൊ ഗാമേറ്റ് ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയാ? ഗാമേറ്റോജനസിസ് എന്ന് പറയുന്നത്. ആ ഗാമേറ്റ്സ് സ്ത്രീകൾക്കും പുരുഷനും ഒരേപോലെയാണോ? അല്ല, അല്ലെ? സ്ത്രീകളുടേതാണെന്നുണ്ടെങ്കിൽ ഓവം എന്നാണ് അതിന് പറയുന്നത്. പുരുഷന്മാരുടേതാണെങ്കിൽ അത് സ്പേം ആണ്. അങ്ങനെ ഈ സ്പേമും അതേപോലെ ഓവവും ഒക്കെ ഉണ്ടാകുന്ന ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഗാമറ്റോജനസിസ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ഘട്ടം എന്താണ്? ഗാമേറ്റ്സ് ഉണ്ടാവണം. അപ്പൊ ആദ്യത്തെ ഘട്ടം ഏതായിരിക്കും? ഗാമറ്റോജനസിസ് ആണ്. രണ്ടാമത്തത് എന്താണ്? ഇൻസെമിനേഷൻ. അതായത് ഇപ്പൊ സ്ത്രീയുടെ ശരീരത്തിൽ ഓവവും അതുപോലെ പുരുഷന്റെ ശരീരത്തിൽ സ്പേമും, അത് രണ്ട് ശരീരത്തിൽ ഇരുന്നിട്ട് കാര്യമുണ്ടാ? ഇല്ല. ഈ സ്പേം എന്ത് ചെയ്യണം? ആ സ്ത്രീയുടെ ശരീരത്തിലേക്ക് എത്തണം, വേണ്ടേ? ആ എത്തിക്കുന്ന ആ പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയണത്? ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. അതായത് സ്ത്രീയുടെ ശരീരത്തിലേക്ക് സ്പേമിനെ എത്തിക്കുന്ന, ആ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആ പ്രോസസ് ആണ് എന്തെന്ന് പറഞ്ഞാൽ ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞാൽ. അതിനുശേഷം മൂന്നാമത്തത് ഇപ്പൊ എന്തായി? സ്പേംസ് ഇപ്പൊ എവിടെയാണ് ഉള്ളത്? സ്ത്രീയുടെ ശരീരത്തിലാണ്, അല്ലെ? സ്ത്രീയുടെ ശരീരത്തിലേക്ക് സ്പേംസ് എത്തി. അതിനുശേഷം നടക്കേണ്ടത് എന്താണ്? നമ്മുടെ എഗ്ഗും, അതായത് ഓവവും അതേപോലെ തന്നെ നമ്മുടെ സ്പേമും എന്ത് ചെയ്യണം? ഒന്നിച്ചു ചേരണം, ഫ്യൂഷൻ ചെയ്യണം. ആ ഒന്നിച്ചു ചേരുന്ന, ഫ്യൂഷൻ ചെയ്യുന്ന ആ പ്രോസസ് ആണ് ഏത്? ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. എഗ്ഗും സ്പേമും കൂടിച്ചേരുന്ന പ്രോസസ് ആണ് ഫെർട്ടിലൈസേഷൻ. അങ്ങനെ നാലാമത്തെ സ്റ്റെപ്പ് ഏതായിരിക്കും? ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് ഉണ്ടാകുന്നത് എന്താണ്? എഗ്ഗും അതേപോലെ തന്നെ സ്പേമും കൂടിച്ചേർന്നാൽ ആദ്യം ഉണ്ടാകുന്നത് ഒരൊറ്റ സെല്ലായിട്ടുള്ള, വൺ സെല്ലായിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. അതിന്റെ പേരാണ് സൈഗോട്ട് എന്ന് പറയും. സൈഗോട്ടിന്റെ പ്രത്യേകത എന്താണ്? അതൊരു വൺ സെല്ലായിട്ടുള്ള ഏകകോശമാണ്, ഒറ്റ സെല്ലാണ്. അതാണ് ഫോർമേഷൻ ഓഫ് സൈഗോട്ട്. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു, സ്പേമും ഓവവും കൂടെ ജോയിൻ ചെയ്താൽ പിന്നെ ഉണ്ടാവുന്ന സ്ട്രക്ചറിന്റെ പേരെന്താണ്? സൈഗോട്ട് എന്നാണ്. വൺ സെൽഡ് സ്ട്രക്ചർ ആണ്. ഇനി അടുത്ത നോക്കിയേ, അഞ്ചാമത്തെ ഘട്ടം എന്താണ്? ഇംപ്ലാന്റേഷൻ ആണ്. അതായത് ഇപ്പൊ നമുക്ക് നോക്കിയേ, സൈഗോട്ട് ഒരൊറ്റ സെല്ലാണെന്ന് പറഞ്ഞു. ഈ സൈഗോട്ട് പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങും? ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. ചെറിയ ചെറിയ സെല്ലുകളായിട്ട് എന്ത് ചെയ്യും? ഡിവൈഡുകൾ ചെയ്യാനായിട്ട് ഇങ്ങനെ തുടങ്ങും. അങ്ങനെ സെല്ലുകൾ ഡിവൈഡ് ചെയ്ത് കുറേ സെല്ലായ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. ഒരുപാട് സെല്ലുകളുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാകും. ആ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയും. എന്താണ്? ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയും.
ഒരു 32 ബ്ലാസ്റ്റോമിയസ് 32 സെല്ലുകളൊക്കെ ആവുമ്പോ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയും. കുറേ സെല്ലുകളാവും. അതിനെ വിളിക്കുന്ന പേരാണ് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയും. ആ ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് പിന്നെ എന്ത് ചെയ്യണത്? നമ്മുടെ യൂട്രസിന്റെ ഭിത്തിയിൽ വന്നിട്ട് എന്ത് ചെയ്യണത്? അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത്. യൂട്രസിന്റെ ഭിത്തിയിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ എന്തായി? സൈഗോട്ട് ആയിട്ട് മാറും. സൈഗോട്ട് പിന്നെ ഡിവൈഡ് ചെയ്ത് എന്തായി മാറും? ലാസ്റ്റ് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ആവും. ആ ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് എന്ത്? നമ്മുടെ യൂട്രസിന്റെ ഉൾഭിത്തിയിൽ ഇന്നർ വാളിൽ എന്ത് ചെയ്യണത്? വന്ന് അറ്റാച്ച് ചെയ്യണത്. ആ അറ്റാച്ച് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം 6ാമത്തെ ഘട്ടം ഇംപ്ലാന്റേഷൻ കഴിഞ്ഞാൽ അവിടെ വന്ന് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ ഇരുന്ന് വളരണം വേണ്ടേ? നമുക്കറിയാം നമ്മുടെ മനുഷ്യന്മാരില് ഗർഭകാലഘട്ടം എന്ന് പറയുന്നത് എന്താണ്? 9 മാസമാണ് അല്ലെ? ആ 9 മാസം എന്താണ് സംഭവിക്കുന്നത്? എംബ്രിയോ ഡെവലപ്പ് ചെയ്യണ് അല്ലെ? ഒരു കുഞ്ഞു സെല്ലായിരുന്നത് എന്ത് ചെയ്യണ്? കയ്യും കാലൊക്കെ ഉള്ളൊരു ബേബി ആയിട്ട് മാറുകയാണ്. ആ ഒരു പ്രോസസ്, ആ ഗർഭകാലഘട്ടം, ആ 9 മാസം, അതിനെയാണ് എന്തെന്ന് പറയണത്? ജസ്റ്റേഷൻ പീരീഡ് എന്നാ പറയാ. അതാണ് ജസ്റ്റേഷൻ. അതായത് എംബ്രിയോണിക് ഡെവലപ്മെന്റ് നടക്കുന്ന കാലഘട്ടത്തെയാണ് എന്തെന്ന് പറയണത്? ജസ്റ്റേഷൻ എന്ന് പറയുക. ഇനി അടുത്തത് 7ാമത്തെ ഘട്ടമാണ് നമ്മുടെ പാർച്ചുറേഷൻ എന്ന് പറയും. അതായത് 9 മാസമൊക്കെ എന്താകുമ്പോ വെൽ ഡെവലപ്ഡ് ബേബി ആയി അല്ലെ? എല്ലാ ഓർഗൻസും ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ബേബി ആയിട്ട് ഇരിക്കുകയാണ്. അതിനുശേഷം എന്ത് ചെയ്യണം? പുറത്തേക്ക് വരണം അല്ലെ? കുട്ടി പുറത്തേക്ക് വരണം. ആ വരുന്ന പ്രോസസ്സ് ചൈൽഡ് ബർത്ത്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പാർച്ചുറേഷൻ എന്ന് പറയുന്നത്. അപ്പോ കുട്ടി പുറത്തേക്ക് വരുന്നത്, ചൈൽഡ് ബർത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? പാർച്ചുറേഷൻ എന്ന് പറയുന്നത്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഈ പാർച്ചുറേഷൻ കഴിഞ്ഞാൽ വേറൊരു പോയിന്റും കൂടെ കാണാം. ലാക്ടേഷൻ എന്ന് പറയും. ലാക്ടേഷൻ. പാർച്ചുറേഷൻ കഴിഞ്ഞാൽ വരുന്ന ലാസ്റ്റ് പ്രോസസ് എന്താണ്? ലാക്ടേഷൻ. അതായത് പ്രസവം കഴിഞ്ഞതിന് ശേഷം കുട്ടിയെ മുലയൂട്ടുന്ന പ്രോസസ് ഉണ്ട് അല്ലെ? പാല് കൊടുക്കുന്ന പ്രോസസ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ലാക്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഘട്ടങ്ങളാണ് എന്തെന്നുള്ളത് റിപ്രൊഡക്റ്റീവ് ഇവന്റ്സിലുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഓർഡർ ചെയ്യാം. സിമ്പിൾ അല്ലേ? ആദ്യം ഏതായിരിക്കും വരേണ്ടത്? ഒന്ന് നോക്കിയേ. ആദ്യം വരേണ്ടത് ഏതായിരിക്കും? ഗാമറ്റോജനസിസ്. ഗാമറ്റോജനസിസ് കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? ഇൻസെമിനേഷൻ. ഇൻസെമിനേഷൻ കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ ഫോർമേഷൻ ഓഫ് സൈഗോട്ട്. ഫോർമേഷൻ ഓഫ് സൈഗോട്ട് കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞാൽ ജസ്റ്റേഷൻ. ജസ്റ്റേഷൻ കഴിഞ്ഞാൽ വരുന്നത് പാർച്ചുറേഷൻ. പാർച്ചുറേഷൻ കഴിഞ്ഞാൽ ലാസ്റ്റ് ഏതാണ്? ലാക്ടേഷൻ. അങ്ങനെ 8 ഘട്ടങ്ങൾ എക്സാമിന് ചോദിക്കാറുണ്ട്. ഇതേപോലെ തന്നെ എന്ത് ചെയ്യും? നിങ്ങളോട് മെയിൻ ആയിട്ട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്, അറേഞ്ച് ചെയ്യാനായിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു തന്നിട്ട് അത് ആ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെക്കാനാണ് പഠിക്കുന്നത്. അപ്പൊ എന്തായാലും എന്ത് ചെയ്യാം? ആ അറേഞ്ച്മെന്റ് ആ ഓർഡറിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാ? പഠിച്ചു വെക്കാം കേട്ടാ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ. എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിക്ചേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ പിക്ചേഴ്സും തറോ ആയിരിക്കണം നിങ്ങൾക്ക് കേട്ടാ. നോക്കിയടാ, എന്താണ്? ഒബ്സർവ് ദ ഡയഗ്രാമാറ്റിക് വ്യൂ ഓഫ് മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. നമുക്ക് മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം തന്നിട്ടുണ്ട്. അതിന്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിക്കണം വേണ്ടേ? എങ്കിലല്ലേ നമുക്ക് ഭാഗങ്ങൾ അറിയുള്ളൂ. അപ്പൊ നോക്കിയേ, മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം പിക്ചർ ഇമ്പോർട്ടന്റ് ആണ്. പിക്ചർ നോക്കിയിരിക്കുക. എന്തൊക്കെ അടങ്ങിയതാണ് ഒരു മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്? നോക്കിയേ, എന്തൊക്കെ ഉണ്ടാവും? എ പെയർ ഓഫ് ടെസ്റ്റിസ് അല്ലെ? ഒരു ജോഡി ടെസ്റ്റിസ്, അതായത് 2 ടെസ്റ്റിസ് ഉണ്ടാവും. ഇതാണ് ആ ടെസ്റ്റിസ് എന്ന് പറയുന്നത്. ഒരു ഓവൽ ഷേപ്പ് ആണ് നമ്മുടെ ടെസ്റ്റിസിന്. പുരുഷന്മാരുടെ ടെസ്റ്റിസിന് ഓവൽ ഷേപ്പ് ആണുള്ളത്. ഇനി അടുത്ത നോക്കിയേ, ആക്സസറി ഡക്റ്റുകൾ അല്ലെ? സ്പേമിനെ കൊണ്ടുപോകുന്ന കുഴലുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഡക്റ്റുകൾ എന്ന് പറയുന്നത്. അടുത്തത് ആക്സസറി ഗ്ലാൻഡുകൾ, അതായത് സ്പേമിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും അതേപോലെ ഒരു ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു മീഡിയം ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫ്ലൂയിഡ് ഒക്കെ ഉണ്ടാക്കുന്ന ഗ്ലാൻഡുകളാണ് എന്ത്? ആക്സസറി ഗ്ലാൻഡുകൾ എന്ന് പറയുന്നത്. അടുത്തത് എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ഇത്രയും കാര്യങ്ങൾ അടങ്ങിയതാണ് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. പിക്ചർ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നോക്കിയേ. അപ്പൊ നമുക്ക് ടെസ്റ്റിസിനെ കുറിച്ച് നോക്കാം. പെയർ ഓഫ് ടെസ്റ്റിസ് അല്ലെ? 2 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? ഒരു ജോഡി.
It is located in abdominal cavity within a pouch called scrotum. നമ്മുടെ ടെസ്റ്റിസ്, പുരുഷന്മാരുടെ ടെസ്റ്റിസ് ഇരിക്കുന്നത് എന്താണ്, ഒരു പൗച്ചിന്റെ ഉള്ളിലാണ്, ഒരു സഞ്ചിയുടെ ഉള്ളിലാണ്, ഒരു ലൂസ് ആയിട്ടുള്ള ഒരു സഞ്ചിയുടെ ഉള്ളിലാണ് ഈ സ്ക്രോട്ടം ഇരിക്കുന്നത്. ഇതാണ് സ്ക്രോട്ടം. അതിന് ചുറ്റും എന്തുണ്ടാവും, ഒരു ലെയർ ഉണ്ടാവും, ഒരു സഞ്ചി പോലെ ഒരു ലെയർ ഉണ്ടാവും. അതിന്റെ ഉള്ളിലാണ് എന്തിരിക്കുന്നത്, നമ്മുടെ ടെസ്റ്റിസ് ഇരിക്കുന്നത്. ആ സഞ്ചിയെ, ആ പൗച്ചിനെ വിളിക്കുന്ന പേരാണ് സ്ക്രോട്ടം എന്ന് പറയുന്നത്. എന്താണ്, സ്ക്രോട്ടം എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ്, അബ്ഡോമിനൽ കാവിറ്റിയുടെ പുറത്തേക്ക് ഇരിക്കുന്ന ഒരു പൗച്ചിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു ഭാഗമാണ് എന്ത്, ടെസ്റ്റിസ്. ആ പൗച്ചിനെ വിളിക്കുന്ന പേരെന്താണ്, സ്ക്രോട്ടം എന്നാണ്. ഓക്കെ, ഇനി ടെമ്പറേച്ചർ ഇൻസൈഡ് സ്ക്രോട്ടം is 2 to 2.5 degrees Celsius less than ബോഡി ടെമ്പറേച്ചർ. ഇറ്റ് ഈസ് നെസസറി ഫോർ സ്പെർമറ്റോജൻസിസ്. നമ്മൾ പറഞ്ഞു ഈ ടെസ്റ്റിസ്, അതായത് സ്ക്രോട്ടം നമ്മുടെ ശരീരത്തിന് ഉള്ളിലല്ല, അബ്ഡോമിനൽ കാവിറ്റിയുടെ ഉള്ളിലേക്കല്ല ഇത് വെച്ചിരിക്കുന്നത്, അതിന് പുറത്തേക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പ്ലേസ് ചെയ്തിരിക്കുന്നത്. കാരണം, റീസൺ എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട്, റീസൺ, അതിന്റെ ഉത്തരമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എന്താണ്, അതായത് നമ്മുടെ സ്പെർമറ്റോജനസിസ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് സ്പേം ഉണ്ടാകുന്ന ആ പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്പെർമറ്റോജനസിസ് എന്ന് പറയുന്നത്. ആ സ്പെർമറ്റോജനസിസ് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാളും 2 അല്ലെങ്കിൽ 2.5 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും കുറവായിരിക്കണം. ടെമ്പറേച്ചർ കുറവായിരിക്കണം, എങ്കിൽ മാത്രമേ സ്പേംസ് അവിടെ ഫോം ചെയ്യുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ സ്ക്രോട്ടത്തെ അല്ലെങ്കിൽ ടെസ്റ്റിസിനെ അബ്ഡോമിനൽ കാവിറ്റിയുടെ പുറത്തേക്ക് പ്ലേസ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതൊരു ചോദ്യം വരാം, എന്തുകൊണ്ട് നമ്മുടെ അബ്ഡോമിനൽ കാവിറ്റി അല്ലെങ്കിൽ എന്തുകൊണ്ട് സ്ക്രോട്ടം പുറത്തേക്ക് പ്ലേസ് ചെയ്തിരിക്കുന്നു? കാരണം എന്താണ്, ടെമ്പറേച്ചർ കുറവ് വേണം. എന്തിനേക്കാളും, നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാളും 2 അല്ലെങ്കിൽ 2.5 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും കുറവുണ്ടായിരിക്കണം. ഓക്കെ, അടുത്ത നോക്കിയേ. ഈച്ച് ടെസ്റ്റിസ് is divided into 250 compartments called testicular lobules. നമ്മുടെ ഈ പിക്ചർ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ടെസ്റ്റിസ് ഓവൽ ഷേപ്പാന്ന് പറഞ്ഞല്ലേ, ഓരോ ടെസ്റ്റിസിനെയും 250 കമ്പാർട്ട്മെന്റ്സ് ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, തിരിച്ചിട്ടുള്ളത്. ഇതേപോലെ ചെറിയ ചെറിയ കമ്പാർട്ട്മെന്റ്സ്, അറകൾ ഉണ്ടാവും. 250ഓളം അറകൾ ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ടെസ്റ്റിസില് 250ഓളം അറകൾ ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾസ് എന്നാ പറയുന്നത്. ആ 250 കമ്പാർട്ട്മെന്റ്സിന് എന്തെന്ന് പറയും, ടെസ്റ്റിക്കുലാർ ലൊബ്യൂളുകൾ എന്ന് പറയും. ഈച്ച് ലൊബ്യൂൾ contain 1 to 3 highly coiled tubules called seminiferous tubule. അതായത് നമ്മുടെ ഇവിടെ നോക്കിയേ, ഇതാണ് നമ്മുടെ 250 കമ്പാർട്ട്മെന്റ്സ്, അതായത് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. ഇതിന്റെ ഉള്ളിലൊക്കെ 1 അല്ലെങ്കിൽ 3 ഹൈലി കോയിൽഡ് ട്യൂബിൾസ്, ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്ന കുറെ ട്യൂബ്സിനെ കാണാനായിട്ട് പറ്റും. ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്ന കുറെ ട്യൂബ്സ് ഉണ്ടാവും ഈ കമ്പാർട്ട്മെന്റ്സിന്റെ ഉള്ളിൽ, അതായത് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസിന്റെ ഉള്ളിൽ ചുരുണ്ട് കിടക്കുന്ന ട്യൂബ്സ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് സെമിനിഫറസ് ട്യൂബ്യൂൾസ്. സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്നാണ് പറയുന്നത്. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിനെ ലൈൻ ചെയ്ത് 2 ടൈപ്പ് സെല്ലിനെ കാണാൻ പറ്റും. ഏതൊക്കെയാണത്? ഒന്നെന്താ, മെയിൽ ജേം സെൽസ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെർമറ്റോഗോണിയ എന്നും പറയും. അതായത് നമ്മുടെ ഇതാണ് നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂൾസ് അല്ലെ. സെമിനിഫറസ് ട്യൂബ്യൂൾസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ഇത് ഞാൻ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ഉൾഭാഗമാണ് വരയ്ക്കുന്നത് കേട്ടാ. ഇതേപോലെ കുറച്ച് നീളം കൂടിയ സെല്ലും ഇങ്ങനെ നീളം കുറഞ്ഞ സെല്ലുകളും കാണാനായിട്ട് പറ്റും അവിടെ. ഇങ്ങനെ നീളം കൂടിയതും നീളം കുറഞ്ഞതുമായിട്ടുള്ള സെല്ലുകൾ ലൈൻ ചെയ്തു വരികയാണ് നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂൾസ്. അങ്ങനെ 2 സെല്ലുകളാണുള്ളത്. ഒന്നാമത്തെ സെല്ലാണ് സ്പെർമറ്റോഗോണിയ. ഇതാണ് സ്പെർമറ്റോഗോണിയ. ഈ സെല്ലാണ് നമ്മുടെ സ്പെർമറ്റോഗോണിയ. ഈ നീളം കൂടിയ സെല്ലില്ലേ, അതിനെയാണ് നമ്മള് സെർട്ടോളി സെൽ എന്ന് പറയുന്നത്. സെർട്ടോളി സെൽ. അപ്പോ സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഉള്ളില്
രണ്ട് ടൈപ്പ് സെല്ല് ഉണ്ട്. ഒന്ന് എന്താണ്? മെയിൽ ജേം സെൽസ് അല്ലെങ്കിൽ സ്പെർമറ്റോഗോണിയ എന്ന് പറയും. രണ്ടാമത്തെ സെൽ ഏതാണ്? സെർട്ടോളി സെൽസ് ആണെന്ന് പറയും. ഇനി അതിന്റെ ഫംഗ്ഷൻ നോക്കാം നമുക്ക്. ഓക്കെ, മെയിൽ ജേം സെൽസ് സ്പെർമറ്റോഗോണിയ, അതിന്റെ ഫംഗ്ഷൻ എന്താണ്? അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ ടു പ്രൊഡ്യൂസ് സ്പെർം. ഈ സെല്ലുകളാണ് എന്ത് ചെയ്യണത്? മിയോട്ടിക് ഡിവിഷൻ ഒക്കെ നടന്ന് എന്തായിട്ട് മാറുന്നത്? സ്പേംസ് ആയിട്ട് മാറുന്നത്. അതാണ് ആരുടെ ഫംഗ്ഷൻ? സ്പെർമറ്റോഗോണിയയുടെ ഫംഗ്ഷൻ. ഇനി അടുത്തത് എന്താണ്? സെർട്ടോളി സെൽസ്. സെർട്ടോളി സെൽസ് എന്താ ചെയ്യുന്നത്? പ്രൊവൈഡ് ന്യൂട്രിയൻസ് ടു ജേം സെൽസ്. ന്യൂട്രീഷൻ ടു ജേം സെൽസ്, അതായത് ഈ മെയിൽ ജേം സെൽസിനും അതേപോലെ സ്പേംസിനും ഒക്കെ ന്യൂട്രിയൻസ് കൊടുക്കുക. അവർക്ക് ആവശ്യമായിട്ടുള്ള, അവർക്ക് വളരാനായിട്ട് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? നമ്മുടെ സെർട്ടോളി സെൽസിന്റെ ഫംഗ്ഷൻ. ഓക്കെ, ഇതിനാണ് പിക്ചർ ഇമ്പോർട്ടന്റ് ആണ്. ഈ പിക്ചർ ആണ് നമുക്ക് നേരത്തെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ ഓരോ ഭാഗങ്ങൾ. നോക്കിയേ, ഇതാണ് നമ്മുടെ ടെസ്റ്റിസ്. അതിന്റെ ഉള്ളിൽ ഈ കാണുന്ന ചെറിയ ചെറിയ കമ്പാർട്ട്മെന്റ്സ് ആണ് നമ്മുടെ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. അതിന്റെ ഉള്ളിൽ ചുരുണ്ട് കിടക്കുന്ന ട്യൂബ്സ് ഏതാണ്? അത് സെമിനിഫറസ് ട്യൂബ്യൂൾസ്. സെമിനിഫറസ് ട്യൂബ്യൂൾസ് നമുക്ക് ആ പിക്ചർ ഒന്ന് നന്നായിട്ട് നോക്കാം കേട്ടോ. അതെ, സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട്. സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഈ ചെറിയ ചെറിയ ട്യൂബിനെ കാണണ്ട? കണ്ട, ഈ ചെറിയ ചെറിയ ട്യൂബുകൾ, ആ ചെറിയ ചെറിയ ട്യൂബുകളാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ റീറ്റേ ടെസ്റ്റിസ്. ഇവിടെ നിന്ന് വരുന്ന ചെറിയ ചെറിയ ട്യൂബുകൾ ഇതിൽ വരയ്ക്കാട്ടെ ഞാൻ. ഇതാണ് നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂൾസ്. ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ട്യൂബുകൾ, ഇതിൽ നിന്ന് പുറത്തേക്ക് കുറെ ട്യൂബ്സ് വരുന്നുണ്ട്. അതായത് സ്പേംസിനെ പ്രൊഡ്യൂസ് ചെയ്യണത് എവിടെയാ? നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഉള്ളിലാണ്, അല്ലെ? മെയിൽ ജേം സെൽസ് ആണ് എന്തായി മാറണമെന്ന് പറഞ്ഞു? സ്പേംസ് ആയിട്ട് മാറണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതിനെ കൊണ്ടുപോരുന്ന ആ ട്യൂബ്സിനെയാണ് നമ്മൾ റീറ്റേ ടെസ്റ്റിസ് എന്ന് പറയുന്നത്. എന്താണ്? റീറ്റേ ടെസ്റ്റിസ്. ഈ റീറ്റേ ടെസ്റ്റിസ് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? വേറൊരു ട്യൂബിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാം കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. എല്ലാം കൂടി എന്ത് ചെയ്യും? വേറൊരു ട്യൂബിലേക്ക് ജോയിൻ ചെയ്യും. ആ ജോയിൻ ചെയ്യുന്ന ട്യൂബാണ് ഇതിലേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യുന്നത്, ഈ ഒരു ട്യൂബ്. ഈ ജോയിൻ ചെയ്യുന്ന ട്യൂബിനെയാണ് നമ്മൾ വാസ എഫറൻഷ്യ എന്ന് പറയുന്നത്. അതാണ് വാസ എഫറൻഷ്യ എന്ന് പറയും. ഇനി ഈ വാസ എഫറൻഷ്യ നോക്കിയേ ജോയിൻ ചെയ്ത് അതിനുശേഷം നമ്മുടെ വാസ എഫറൻഷ്യ എന്ത് ചെയ്തേ? ചുരുണ്ട് കിടക്കുന്ന, ഭയങ്കരമായിട്ട് ചുരുണ്ട് കിടക്കുന്ന കുറെ ട്യൂബുകളാവും. ഈ ചുരുണ്ട് കിടക്കുന്ന ട്യൂബിനെയാണ് എപ്പിഡിഡൈമിസ് എന്ന് പറയുന്നത്. അതാണ് എപ്പിഡിഡൈമിസ് എന്നാണ് പറയുന്നത്. കോയിൽ ചെയ്തിരിക്കുന്ന, ഭയങ്കരമായിട്ട് കോയിൽ ചെയ്തിരിക്കുന്ന ട്യൂബായിട്ട് മാറും. അതിന് എപ്പിഡിഡൈമിസ് എന്ന് പറയും. അവിടെ കുറച്ചു നേരം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സ്പേം സ്റ്റോർ ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടാ. നോക്കിയേ, അതിനുശേഷം ഈ ട്യൂബ് നമ്മുടെ എപ്പിഡിഡൈമിസ് എന്ത് ചെയ്യും? വേറൊരു ട്യൂബിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ജോയിൻ ചെയ്യുന്നുണ്ട്, തുറക്കുന്നുണ്ട്. കണ്ടാ, ആ ട്യൂബാണ് വാസ് ഡെഫറൻസ് എന്ന്. ഇതാണ് വാസ് ഡെഫറൻസ്. വാസ് ഡെഫറൻസ് പിന്നെ എവിടേക്ക് തുറക്കും? ഒരു ഇജാക്കുലേറ്ററി ഡക്റ്റിലേക്ക് തുറക്കുന്നുണ്ട് കേട്ടാ. അതിനുശേഷം അത് യൂറിത്ര. നമുക്കറിയാം നമ്മുടെ പുരുഷന്മാരുടെ പ്രത്യേകത എന്താണ്? അവർക്ക് സ്പേമും അതേപോലെ യൂറിൻ പാസ് ചെയ്യാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഒരൊറ്റ പാസേജേ ഉള്ളൂ. അതാണ് നമ്മുടെ യൂറിത്ര എന്ന് പറയുന്നത്. അല്ല, യൂറിത്ര വഴി പുറത്തേക്ക്, പെനിസിന് പുറത്തേക്ക് തുറക്കുന്ന ഓപ്പണിങ്ങിനെ, ഈ ഓപ്പണിങ്ങിനെ നമ്മൾ ഒരു പേര് വിളിക്കും. അതിന്റെ പേരാണ് യൂറിത്രൽ മിയാറ്റസ് എന്ന് പറയും. യൂറിത്രൽ മിയാറ്റസ് എന്നാണ് പറയുന്നത്. അത് നമ്മൾ പുറത്തേക്ക്, പെനിസിന് പുറത്തേക്ക് തുറക്കുന്ന ആ ഓപ്പണിങ്ങിന്റെ പേരാണ് യൂറിത്രൽ മിയാറ്റസ്. ആ വഴിയാണ് എന്ത് ചെയ്യണത്? സ്പേം പുറത്തേക്ക് പോരുന്നത്. മനസ്സിലായില്ലേ? സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. നോക്കിയേ, അപ്പൊ നമുക്ക് അതിൽ ആൻസർ ചെയ്യാലോ. നോക്കിയേടാ, ഏതൊക്കെയാണ് നോക്കിയേ. ഇതേതാണ്? അതെ, ഇതേത് ട്യൂബാണ്? എപ്പിഡിഡൈമിസ്. പിന്നെ ഏത് ട്യൂബിലേക്കാണ് തുറക്കുന്നത് പറഞ്ഞത്? വാസ് ഡെഫറൻസ് അല്ലെ? വാസ് ഡെഫറൻസ് ആണ്, വാസ് ഡെഫറൻസ്. ഇനി അടുത്ത നോക്കിയേ, ഇതേതാണ്? ഈ ചുരുണ്ട് കിടക്കണം, ഭയങ്കരമായിട്ട് ചുരുണ്ട് കിടക്കുന്ന ട്യൂബ് ഏതായിരുന്നു എന്നാണ് പറഞ്ഞത്? എപ്പിഡിഡൈമിസ് ആണ് അല്ലെ? എപ്പിഡിഡൈമിസ്, എപ്പിഡിഡൈമിസ്. ഇനി അടുത്ത നോക്കിയേ, ഇതേതാണ്? കോമൺ ഓപ്പണിങ് അല്ലെ? പെനിസിലേക്ക് തുറക്കുന്ന കോമൺ ഓപ്പണിങ് ഏതായിരിക്കും? യൂറിത്ര. യൂറിത്രയാണ്, യൂറിത്ര. ഇനി അടുത്ത ഏതാണ്? ഈ ഓവൽ ഷേപ്പ് ആയിട്ടിരിക്കുന്നത് ഏത് ഭാഗമായിരുന്നു? അത് ടെസ്റ്റിസ് ആണ് അല്ലെ? എന്താണ്? ടെസ്റ്റിസ്. അപ്പൊ അടയാളപ്പെടുത്തി പാർട്സ് എന്തായാലും പഠിച്ചിരിക്കണം, ഭാഗങ്ങൾ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
അടുത്ത നോക്കിയാടാ, നമ്മളെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഉൾഭാഗം. അത് ഞാൻ എന്ത് ചെയ്ത് നിങ്ങക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സിമ്പിൾ ആയിട്ട് വരച്ചത്. ഞാൻ ഈ വരച്ചില്ലേ, ഇതാണ് ഈ കാണിച്ചിരിക്കുന്ന പിക്ചർ. മനസ്സിലായ? അത് ഞാൻ സിമ്പിൾ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വരച്ചിരുന്നത് കേട്ടാ. നോക്കിയേ, ദ റീജിയൻ ഔട്ട്സൈഡ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് കണ്ടെയ്ൻ ഇന്റർസ്റ്റീഷ്യൽ സെൽസ്. അതായത് നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ പുറം ഭാഗത്ത്, പുറത്തെ സ്പേസിൽ കുറെ സെല്ലുകളെ കാണാനായിട്ട് പറ്റും. ആ സെല്ലുകളെ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലേഡിക് സെൽസ്, പേര് പഠിച്ചു വെച്ചോ, ലേഡിക് സെൽസ് എന്നാണ് വിളിക്കുന്നത്. ആ ലേഡിക് സെൽസിന്റെ ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചാൽ they secrete androgen. ഫംഗ്ഷൻ ഓഫ് ലേഡിക് സെൽസ് ചോദ്യം വരാം. ഫംഗ്ഷൻ ഓഫ് ലേഡിക് സെൽസ് ചോദിച്ചാൽ എന്താണ് അതിന്റെ ഫംഗ്ഷൻ? they secrete androgens. നമ്മുടെ മറ്റേ പുരുഷന്മാരുടെ ഹോർമോൺസ് ആണ് എന്ത്? ആൻഡ്രോജൻ. ടെസ്റ്റോസ്റ്റിറോൺ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ ടെസ്റ്റോസ്റ്റിറോൺ ഒക്കെ എന്താണ്? ആൻഡ്രോജൻസ് ആണ്. ഓക്കെ, ഈ പിക്ചർ ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ, അടയാളപ്പെടുത്താനായിട്ട് പഠിച്ചു വെച്ചോളൂ. ഓരോ ഭാഗവും അടയാളപ്പെടുത്താനായിട്ട് പഠിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത നോക്കിയടാ, ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. നമുക്ക് ഒരു പിക്ചർ തന്നിട്ടുണ്ട്, അത് നോക്കിയിട്ട് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഐഡന്റിഫൈ എ ആൻഡ് ബി. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? പിക്ചർ ഒന്ന് പഠിക്കാം. പിക്ചർ ഒന്ന് പഠിക്കാം കേട്ടാ. നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഉൾഭാഗമാണ് കാണിച്ചിരിക്കുന്നത്. കുറച്ച് വലിയ ഒരു വ്യൂ ആണ്. നമ്മൾ പറഞ്ഞു അതിന്റെ ഉള്ളിൽ രണ്ട് ടൈപ്പ് സെൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഒന്ന് സ്പെർമറ്റോഗോണിയയും മെയിൽ ജേം സെൽസും, പിന്നെ എന്തായിരുന്നു? സെർട്ടോളി സെൽസുമാണ്. ഇവിടെ നോക്കിയേ, ഇതാണ് സ്പെർമറ്റോഗോണിയ. സ്പെർമറ്റോഗോണിയ. സ്പെർമറ്റോഗോണിയ പിന്നെ എന്തൊക്കെയായി മാറുന്നുണ്ട്? പ്രൈമറി യൂസൈറ്റ്, സെക്കൻഡറി യൂസൈറ്റ്, പിന്നെ എന്തായും സ്പെർമാറ്റിഡ് ആവും, ലാസ്റ്റ് സ്പേംസ് ആയിട്ട് മാറും. സ്പെർമറ്റോസോവ എന്ന് പറഞ്ഞാൽ സ്പേംസ് തന്നെയാണ്. നോക്കിയേ, അതിന്റെ ഇടയിൽ ഇതാണ് എന്ത്? നമ്മുടെ നീളം കൂടിയ സെല്ലിനെ സെർട്ടോളി സെല്ല്. സെർട്ടോളി സെൽ പിക്ചർ നോക്കി വെച്ചാ ഇനി നമുക്ക് ആൻസർ ചെയ്തൂടെ? ഒന്ന് നോക്കിയേ, ഏതാണ്? ഐഡന്റിഫൈ എ ആൻഡ് ബി. ബി എന്താണ്? ബി ആണ് നമ്മുടെ എന്ത്? സ്പെർമറ്റോഗോണിയം എന്ന് പറയുന്നത്. ബി ആണ് സ്പെർമാറ്റോഗോണിയ. സ്പെർമാറ്റോഗോണിയ. ഇനി ഏതാണ് ചോദിച്ചിരിക്കുന്നത്? എ എന്താണ്? ലാസ്റ്റ് സ്പെർമാറ്റോഗോണിയയിൽ നിന്ന് പിന്നെ ലാസ്റ്റ് ഉണ്ടായി മാറുന്നത് ആരാണ്? സ്പേംസ് അല്ലെങ്കിൽ സ്പെർമാറ്റോസോവ. സ്പെർമാറ്റോസോവയാണ് ഉണ്ടാകുന്നത്. അടുത്ത നോക്കിയേ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സി? സിയുടെ ഫംഗ്ഷൻ എന്താണ്? സി എന്താണെന്ന് അറിയാം. സിയുടെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ സി എന്താണെന്ന് അറിയാം. സി എന്തായിരുന്നു? സെർട്ടോളി സെൽ ആണ് അല്ലെ? സി എന്താണ്? സെർട്ടോളി സെൽസ് ആണ്. എന്തായിരുന്നു സെർട്ടോളി സെല്ലിന്റെ ഫംഗ്ഷൻ? സെർട്ടോളി സെൽസിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? പ്രൊവൈഡ് ന്യൂട്രിയൻസ് അല്ലെ? സെർട്ടോളി സെൽസിന്റെ ഫംഗ്ഷൻ എന്താണ്? പ്രൊവൈഡ് ന്യൂട്രിയൻസ്. പ്രൊവൈഡ് ന്യൂട്രിയൻസ്. പ്രൊവൈഡ് ന്യൂട്രിയൻസ് ഫോർ സ്പേം. സ്പേംസിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കൊടുക്കുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? സിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്തെന്താണ്? ഇൻ വിച്ച് ഓഫ് ദ മാർക്ക്ഡ് പാർട്ട് റിഡക്ഷൻ ഡിവിഷൻ ടേക്സ് പ്ലേസ്? എവിടെയാണ് റിഡക്ഷൻ ഡിവിഷൻ ടേക്സ് പ്ലേസ് ചെയ്യുന്നത്? എവിടെയായിരിക്കണം? നമ്മൾ അത് അറിഞ്ഞിരിക്കാനായിട്ട് നമുക്ക് എന്ത് പഠിക്കണം? നമ്മുടെ സ്പെർമറ്റോജെനസിസും oogenesis പഠിച്ചാലേ നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളെ സ്പെർമറ്റോഗോണിയയിൽ നിന്നാണ് സ്പെർമാറ്റോഗോണിയയിൽ നിന്നാണ് എന്ത്? ലാസ്റ്റ് സ്പേംസ് ഉണ്ടാവുന്നത്. ഈ സ്പെർമാറ്റോഗോണിയക്ക് നമുക്ക് സ്പേംസ് ഉണ്ടാവുന്ന, പുരുഷന്മാരിൽ സ്പേംസ് ഉണ്ടാവുന്നത് ആ കുഞ്ഞു നാളിലെ തന്നെ സ്പേംസ് ഉണ്ടാവുമോ? ഇല്ല അല്ലെ? അവരെന്ത് ചെയ്യും? അവർ പ്യൂബർട്ടി സ്റ്റേജിൽ എത്തണം അല്ലെ? ഒരു പ്രായപൂർത്തി ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴാണ് എന്ത് ചെയ്യണത്? സ്പേംസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ആ സമയമാകുമ്പോൾ സ്പെർമാറ്റോഗോണിയക്ക് എന്ത് ഡിവിഷൻ നടക്കും? മൈറ്റോസിസ് നടക്കും. എന്താണ്? മൈറ്റോസിസ് നടക്കും. മൈറ്റോസിസ് നടന്നിട്ട് അത് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറും. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറും. ഇവിടുത്തെ ക്രോമസോം നമ്പർ ഇത് ഡിപ്ലോയിഡ് ആണ് കേട്ടാ. അതായത് 46 ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും എന്ത് തന്നെയായിരിക്കും? 46. നമുക്കറിയാം മൈറ്റോസിസ് ഒരിക്കലും ഒരു റിഡക്ഷൻ ഡിവിഷൻ അല്ല എന്നറിയാം അല്ലെ? അടുത്ത നോക്കിയേ, പ്രൈമറി സ്പെർമറ്റോസൈറ്റിന് മിയോസിസ് ആണ് നടക്കുന്നത്. അടുത്ത എന്താണ്? മിയോസിസ് നടക്കുകയും അത് സെക്കൻഡറി
സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറും. സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറും. ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്? അതായത് നമ്മുടെ ക്രോമസോം നമ്പർ റിഡക്ഷൻ ചെയ്യുന്നത്. മിയോസിസ് ഡിവിഷൻ നടക്കണം. അപ്പൊ എവിടേക്കാ? പ്രൈമറി സ്പെർമറ്റോസൈറ്റിനാണ്. പ്രൈമറി സ്പെർമറ്റോസൈറ്റ് പിന്നെ എന്തായിട്ട് മാറുകയാണ്? 46 എന്നുള്ളത് എന്ത് ചെയ്യും? പകുതിയായിട്ട് മാറും. നമ്മുടെ 23 എന്നായിട്ട് മാറും. അതായത് ഇത് 2n ആണെങ്കിൽ ഇതെന്താവും? ഹാപ്ലോയിഡ് മാറി. റിഡക്ഷൻ ഡിവിഷൻ. അപ്പൊ എവിടേക്കാ? സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്. ദേ ഈ പിക്ചർ ഒന്ന് നോക്കിയേ. പിക്ചർ ഒന്ന് നോക്ക്. ദേ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്. ഇവിടെയാണ് എന്ത് സംഭവിക്കുന്നത്? റിഡക്ഷൻ ആയിട്ട് കുറയുന്നത് അവിടെയാണ്. റിഡക്ഷൻ ഡിവിഷൻ. മനസ്സിലായ? കുറഞ്ഞു. ഇനി എന്ത് ചെയ്യും? സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് പിന്നെന്തായി മാറും? സ്പെർമാറ്റിഡ് ആയിട്ട് മാറും. സ്പെർമാറ്റിഡ് ആയിട്ട് മാറും. അവിടെ നടക്കണ ഏത് ഡിവിഷനാ? മിയോസിസ് 2 ആണ് ട്ടാ. ആദ്യത്തത് മിയോസിസ് 1ഉം ഇത് മിയോസിസ് 2 ആണ്. മിയോസിസ് 2 എന്തിന് തുല്യമാണ്? മൈറ്റോസിസിന് തുല്യമാണ്. അവിടെ ഇനി ക്രോമസോം നമ്പർ കുറയുന്നുണ്ടാ? ഇല്ല, കുറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ? അപ്പൊ ഇവിടെയും എന്ത് തന്നെയായിരിക്കും? n തന്നെ, അതായത് 23 തന്നെ. ഇനി ഈ സ്പെർമാറ്റിഡിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? നമ്മുടെ സ്പേംസ് ഉണ്ടാവുന്നത്. മെച്ചുവർ ആയിട്ടുള്ള സ്പേംസ്. 4 സ്പേംസ് ആണ് ഉണ്ടാവുന്നത്. ഒരു സ്പെർമറ്റോസൈറ്റിൽ നിന്ന് എത്ര സ്പേംസ് ഉണ്ടാവും? 4 സ്പേംസ് ഉണ്ടാവും. ഈ സ്പെർമാറ്റിഡ് സ്പേംസ് ആയി മാറുന്ന പ്രോസസ്സിനെയാണ് സ്പെർമിയോജനസിസ് എന്ന് പറയുന്നത്. എന്താണ്? സ്പെർമിയോജനസിസ് എന്ന് പറയും. സ്പെർമിയോജനസിസ്. സ്പെർമാറ്റിഡിൽ നിന്ന് സ്പേംസ് ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ് ആണ് എന്ത്? സ്പെർമിയോജനസിസ്. ഓക്കെ, അപ്പൊ നമ്മളെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഏതായിരിക്കും? ഏതാണ്? in which of the marked part in reduction division takes place? What is the significance of it? reduction നടക്കുന്നത് ഏതിലായിരിക്കും? നമ്മുടെ മക്കളെ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്. ഏതാണെന്ന് നോക്കിയേ, ഈ ഭാഗം. ഇതാണ്, ഇവിടെയാണ് എന്ത്? റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ടുണ്ടാവുക. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിൽ ട്ടാ. സ്പെർമാറ്റോസൈറ്റ് ഇവിടെയാണ് സെക്കൻഡറി റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ടുണ്ടാവുക. എന്തിനു വേണ്ടിയിട്ടാണ്? ക്രോമോസോം നമ്പർ ബിക്കം ഹാഫ്. ക്രോമോസോം നമ്പർ എന്തായി മാറണം? ഹാഫ് ആയിട്ട് മാറണം, ഹാപ്ലോയിഡ് ആയിട്ട് മാറണം. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇമ്പോർട്ടന്റ് ആണ്. ടെക്സ്റ്റ് ബുക്കിന്റെ പിക്ചർ ഞാൻ പറയണ്ടല്ല, പിന്നെയും പറയുന്നു, ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഐഡന്റിഫൈ ദ 2 ടൈപ്പ് ഓഫ് സെൽ ലൈൻ ഉണ്ട് ഇൻസൈഡ് ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂൾസ്. ഏതായിരുന്നു ആ രണ്ടെണ്ണം? സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഉള്ളിലുള്ളത് അതാണ് നമ്മുടെ സ്പെർമറ്റോഗോണിയയും സ്പെർമാറ്റോഗോണിയ ആൻഡ് സെർട്ടോളി സെൽസ്. 2 സെൽസ് ട്ടാ, സെർട്ടോളി സെൽസ്. അടുത്ത ക്വസ്റ്റ്യൻ. വേരിയസ് റീജിയൻസ് ഓഫ് മെയിൽ ആക്സസറി ഡക്ട് സിസ്റ്റം കണ്ടക്ട് സ്പേംസ് ഫ്രം ടെസ്റ്റിസ്. അറേഞ്ച് ദം ഇൻ കറക്റ്റ് സീക്വൻസ് ഓഫ് സ്പേംസ് കണ്ടക്ഷൻ. അതായത് സ്പേമിനെ കൊണ്ടുപോകുന്ന ട്യൂബുകളുടെ പേരാണ് തന്നിട്ടുള്ളത്. അതായത് ആക്സസറി ഡക്ട് എന്ന് പറയും. ആ ആക്സസറി ഡക്റ്റിനെ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഓർഡർ അനുസരിച്ച് എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം. ഏതൊക്കെയാണ് നോക്കിയേ. ആദ്യം വരുന്നത് ഏതാണ്? റീറ്റേറ്റസ്റ്റിസ് ആണ്. റീറ്റേറ്റസ്റ്റിസ് ഇത് നിങ്ങൾ വായിച്ചാൽ മതി ട്ടാ, ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഓർഡർ മാത്രം കിട്ടിയാൽ മതി. റീറ്റേറ്റസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ട്യൂബിനെയാണ് എന്തെന്ന് പറയുന്നത്? റീറ്റേറ്റസ്റ്റിസ് എന്ന് പറയുന്നത്. ആ റീറ്റേറ്റസ്റ്റിസ് എന്ത് ചെയ്യുന്നുണ്ട്? റീറ്റേറ്റസ്റ്റിസ് പിന്നെ ജോയിൻ ചെയ്യണത് എവിടേക്കാ? വാസ എഫറൻഷ്യ എന്ന് പറയുന്ന ട്യൂബിലേക്കാണ്. വാസ എഫറൻഷ്യ പിന്നെ വേറെ ഒരു ചുരുണ്ട് കിടക്കുന്ന ഒരു ട്യൂബ് നേരത്തെ പറഞ്ഞില്ലേ? ആ ചുരുണ്ട് കിടക്കുന്ന കോയിൽ ചെയ്തിരിക്കുന്ന ട്യൂബിന്റെ പേരാണ് എപ്പിഡിഡൈമിസ്. എപ്പിഡിഡൈമിസ് എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മുടെ സ്പേംസ് കുറച്ചു നേരത്തേക്ക് മാത്രം എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്ത് വെക്കും. അതിനുശേഷം ആ എപ്പിഡിഡൈമിസ് തുറക്കുന്നത് വാസ് ഡെഫറൻസിലേക്ക്. വാസ് ഡെഫറൻസ് എന്ന് പറയുന്ന വേറൊരു ട്യൂബിലേക്ക്. ഈ വാസ് ഡെഫറൻസ് പിന്നെ ഇജാക്കുലേറ്ററി ഡക്റ്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ജോയിൻ ചെയ്യുന്നുണ്ട്. ഇജാക്കുലേറ്ററി ഡക്ട് പിന്നെ നമ്മുടെ യുറീത്രയിലേക്കാണ് ജോയിൻ ചെയ്യുന്നത്. യുറീത്ര പാസ് ചെയ്ത് ലാസ്റ്റ്, അതായത് യുറീത്ര ഓപ്പൺ ആക്കുന്നത് പെനിസ് വഴി പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്ന ആ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് യുറീത്രൽ മിയാറ്റസ്. എന്താണ്? യുറീത്രൽ മിയാറ്റസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഓർഡർ ഒന്ന് കിട്ടിയില്ലേ നിങ്ങക്ക്? ആ ഓർഡർ ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയടാ, ആദ്യം ഏതായിരിക്കും നോക്ക്? റീറ്റേറ്റസ്റ്റിസ്. ആദ്യം ഏതാണ്? റീറ്റേറ്റസ്റ്റിസ്.
റീറ്റ ടെസ്റ്റിസ് പിന്നെ എങ്ങോട്ട് തുറക്കും? വാസ എഫറൻഷ്യ. വാസ എഫറൻഷ്യ. വാസ എഫറൻഷ്യ പിന്നെ തുറക്കുന്ന ട്യൂബാണ് എപ്പിഡിഡൈമിസ്. എപ്പിഡിഡൈമിസ്. എപ്പിഡിഡൈമിസ് പിന്നെ എവിടേക്ക് തുറക്കും? വാസ് ഡെഫറൻസ്. വാസ് ഡെഫറൻസിലേക്ക് തുറക്കും. വാസ് ഡെഫറൻസ് പിന്നെ ഇജാക്കുലേറ്ററി ഡക്ട്. ഇജാക്കുലേറ്ററി ഡക്ട്. നമുക്ക് ഇവിടെ ഇജാക്കുലേറ്ററി ഡക്ട് ഉണ്ടാ? ഇജാക്കുലേറ്ററി ഡക്ട് ഉണ്ട് കേട്ടാ. ഇജാക്കുലേറ്ററി ഡക്ട് പിന്നെ എവിടേക്ക് തുറക്കും? യുറീത്രയിലേക്ക് തുറക്കും. ലാസ്റ്റ് അത് എവിടേക്ക് തുറക്കും? യുറീത്രൽ മിയാറ്റസ്. യുറീത്രൽ മിയാറ്റസ്. ഇതാണ് നമ്മുടെ എന്ത്? യുറീത്രൽ മിയാറ്റസിലേക്ക് തുറക്കും. ഇതാണ് ആ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ചോദിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അത് തന്നെയാണ് നമ്മൾ തന്നിട്ടുള്ളത് കേട്ടാ. കണ്ടക്ഷൻ ഓഫ് സ്പേംസ്. അതിന്റെ ഫ്ലോ ചാർട്ട് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ റീറ്റ ടെസ്റ്റിസിന് മുമ്പിൽ എന്തുണ്ട്? സെമിനിഫറസ് ട്യൂബ്യൂൾസ്. അറിയാലോ അല്ലെ? സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഉള്ളിലാണ് എന്തുണ്ടാവുന്നത്? സ്പേംസ് ഉണ്ടാവുന്നത്. സ്പേംസിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ട്യൂബ് ഏതാണ്? റീറ്റ ടെസ്റ്റിസ്. അങ്ങനെ ആ ഓർഡറിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, പഠിക്കാനായിട്ട്. ഇമ്പോർട്ടന്റ് ആണ് കണ്ടക്ഷൻ ഓഫ് സ്പേം. കണ്ടക്ഷൻ ഓഫ് സ്പേമിന്റെ ഫ്ലോ ചാർട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സെമിനൽ പ്ലാസ്മ ഈസ് ദ കളക്റ്റീവ് സെക്രീഷൻ ഓഫ് മെയിൽ ആക്സസറി ഗ്ലാൻസ്. Name the 3 type of male accessory glands. Male accessory glands നെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. മെയിൽ ആക്സസറി ഗ്ലാൻസ് 3 എണ്ണമാണ് ഉള്ളത്. ഏതൊക്കെയാണ് നോക്കിയേ? എ പെയർഡ് സെമിനൽ വെസിക്കിൾ, പിന്നെ എന്താണ്? പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്, പെയർഡ് ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്. 3 ഗ്ലാൻഡുകൾ ഉണ്ട്. ആക്സസറി ഗ്ലാൻഡുകൾ എന്ന് പറഞ്ഞാൽ സെമിനൽ വെസിക്കിള്, പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്, ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്. ഇതെല്ലാം എന്തുണ്ട്? ഒരു സെക്രീഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. കുറെ ഫ്ലൂയിഡ്സ് സെക്രീഷൻസ് ഉണ്ടാവുന്നുണ്ട്. ആ സെക്രീഷൻസിനെ വിളിക്കുന്ന പേരാണ് നമ്മുടെ സെമിനൽ പ്ലാസ്മ എന്നാണ് പറയുന്നത്. ഈ 3 ഗ്ലാൻസും എന്ത് ചെയ്യുന്നുണ്ട്? സെക്രീഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ആ സെക്രീഷൻസിനെ എന്തെന്ന് വിളിക്കും? സെമിനൽ പ്ലാസ്മ എന്ന് പറയും. ഈ സെമിനൽ പ്ലാസ്മയുടെ മെയിൻ കണ്ടന്റ് എന്താണ് അതിൽ അടങ്ങിയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഫ്രക്ടോസ്, കാൽഷ്യം ആൻഡ് സർട്ടൻ എൻസൈംസ്. അപ്പൊ കമ്പോണൻസ്, കണ്ടന്റ് ഓഫ് സെമിനൽ പ്ലാസ്മ എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ഫ്രക്ടോസ് ഉണ്ട്, കാൽഷ്യം ഉണ്ട്, പിന്നെ എന്താണ്? ചില സർട്ടൻ എൻസൈംസും ഉണ്ട്. ഇനി വേറൊരു ഫംഗ്ഷൻ, നമ്മുടെ ബൾബോ യൂറിത്രൽ ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ എടുത്തു ചോദിച്ചാൽ, ഫംഗ്ഷൻ ഓഫ് ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ് എന്ന് നിങ്ങളോട് എടുത്തു ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയണം? ഇറ്റ് ഹെൽപ്സ് ഇൻ ദി ലൂബ്രിക്കേഷൻ ഓഫ് പെനിസ്. പെനിസിന്റെ ലൂബ്രിക്കേഷൻ, അതായത് സെക്ഷൽ കോണ്ടാക്ട് ഒക്കെ നടത്തുമ്പോൾ എന്ത് ചെയ്യണം? പെനിസിന്റെ അവിടെ ലൂബ്രിക്കേഷൻ വരണം. സെക്ഷൽ കോണ്ടാക്ട് സുഗമമായിട്ട് നടത്താൻ നടക്കാമെങ്കിൽ എന്ത് വേണം? പെനിസിന് ലൂബ്രിക്കേഷൻ ഉണ്ടാവണം. ഈ ലൂബ്രിക്കേഷനെ സഹായിക്കുന്ന ഗ്ലാൻഡ് ആണ് ഏതെന്ന് പറഞ്ഞാല് നമ്മുടെ ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്. അപ്പൊ അതും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ചെല്ലാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? സെമിനൽ പ്ലാസ്മ അല്ലെ. Name the 3 type of male accessory glands. ഏതൊക്കെയായിരുന്നു ആ മെയിൻ എണ്ണം? സെമിനൽ വെസിക്കിൾ ഉണ്ട്, സെമിനൽ വെസിക്കിൾ, പിന്നെ ഏതായിരുന്നു? പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, പിന്നെ എന്തായിരുന്നു? ബൾബോ യൂറിത്രൽ, ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്, ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്. ഇതാണ് 3 എന്ത്? നമ്മുടെ ആക്സസറി ഗ്ലാൻഡുകൾ. ഇനി വാട്ട് ആർ ദ മേജർ കമ്പോണൻസ് ഓഫ് സെമിനൽ പ്ലാസ്മ? എന്തായിരുന്നു മേജർ കമ്പോണൻസ് ചോദിച്ചാൽ എന്ത് പറയണമെന്നാ പറഞ്ഞിട്ടുള്ളത്? ഫ്രക്ടോസ്, കാൽഷ്യം ആൻഡ് സർട്ടൻ എൻസൈംസ്. അതാണ് അതിലടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ അല്ല, നമുക്കൊരു എക്സ്പ്ലനേഷൻ ആണ്, ഒരു ടോപ്പിക്, ഒരു ടേം ആണ്. മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ. എന്താണ് ഈ മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ? അതാണ് നമ്മുടെ പെനിസ് എന്ന് പറയുന്നത്. പുരുഷന്മാരുടെ പെനിസിനെയാണ് എന്തെന്ന് പറയണത്? മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറയുന്നത്. ഈ പെനിസിനെ ലാർജ്ഡ് എൻഡ് ഉണ്ട്. പെനിസിന്റെ ഇവിടെ നോക്കോ, ഈ ലാർജ് എൻഡ് കണ്ട, ഒരു ഏറ്റ ഭാഗം കുറച്ച് വലിപ്പത്തിലല്ലേ? നോക്കിയേ, കണ്ട, കുറച്ച് വലിപ്പത്തിലല്ലേ? അതിനെയാണ് നമ്മൾ ഗ്ലാൻഡ് പെനിസ് എന്ന് പറയുന്നത്. എന്താണ്? ഗ്ലാൻസ് പെനിസ് എന്ന് പറയും. ഈ ഗ്ലാൻസ് പെനിസിനെ കവർ ചെയ്തുകൊണ്ട്, അതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഒരു ലൂസ് സ്കിൻ ഉണ്ട്, ഒരു ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ ഉണ്ട്. അതിനെയാണ്
ഫോർ സ്കിൻ എന്ന് പറയുന്നത്. അപ്പൊ ഗ്ലാൻഡ് പെനിസ് എന്താന്ന് മനസ്സിലായില്ലേ? ആ പെനിസിന്റെ അറ്റഭാഗം എന്താണ്? ഒരു എൻലാർജ് പോർഷൻ, ഒരു വലിപ്പം കൂടിയ ഒരു പോർഷൻ ആണ്. ആ പോർഷനെയാണ് നമ്മൾ ഗ്ലാൻസ് പെനിസ് എന്ന് പറയുന്നത്. ആ ഗ്ലാൻസ് പെനിസിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ലൂസ് ഫോൾഡ്, ലൂസ് ആയി കിടക്കുന്ന ഒരു സ്കിൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ ഫോർ സ്കിൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതാണ് നമ്മള് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയയിൽ പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. എൻലാർജ്മെന്റ് ഓഫ് പെനിസിന്റെ പേരെന്താണ്? ഗ്ലാൻസ് പെനിസ് എന്നാണ്. അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ ഉണ്ട്. അതിന്റെ പേരാണ് ഫോർ സ്കിൻ. ഇതൊക്കെ പഠിച്ചു വെച്ചോളൂ. ഇതൊക്കെ 1 മാർക്കിന് ചോദ്യങ്ങൾ വരുന്നതാണ് കേട്ടോ. ഗ്ലാൻസ് പെനിസ് എന്താണ്, അതേപോലെ തന്നെ ലൂസ് ഫോൾഡിന്റെ പേരെന്താണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്തത് ഇതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് പിക്ചർ കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലെ ആരാണത്? അത് നമ്മുടെ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ്. ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗങ്ങൾ നോക്കാം. എന്തൊക്കെ അടങ്ങിയതാണ്? ഒരു പെയർ ഓഫ് ഓവറീസ്, ഓവറീസ് ഉണ്ട്. പിന്നെന്താണ്? ആക്സസറി ഡക്റ്റുകൾ ഉണ്ട്. നമുക്ക് അവർക്ക് ഡക്റ്റുകൾ പോലെ തന്നെ ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്? ട്യൂബുകൾ ഉണ്ട്. ഏതൊക്കെ അടങ്ങിയതാണ് ആക്സസറി ഡക്റ്റ് എന്ന് പറഞ്ഞാൽ? ഓവിഡക്റ്റ്, യൂട്രസ്, സെർവിക്സ്, വജൈന. ഇത്രയും അടങ്ങിയതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആക്സസറി ഡക്റ്റുകൾ എന്ന് പറയുന്നത്. അടുത്തത് ആക്സസറി ഗ്ലാൻഡ്. മെയിൻ ആയിട്ട് മാമറി ഗ്ലാൻഡും അതുപോലെ ബർത്തോളിൻസ് ഗ്ലാൻഡുമാണ് ഉള്ളത്. അടുത്തത് എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ഇത്രയുമാണ് എന്തിൽ അടങ്ങിയിട്ടുള്ളത്? ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ അടങ്ങിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം ഭാഗങ്ങൾ ഒന്ന് നോക്കിയേ. ഇതാണ് നമ്മുടെ ഓവറി. കണ്ടാ, ഓവറി. ഓവറിയിലാണ് എന്ത് നടക്കുന്നത്? സ്പേംസ് ഉണ്ടാകുന്നത്. പുരുഷന്മാരെ എവിടെയായിരുന്നു? ടെസ്റ്റിസിലാണ് അല്ലെ? സോറി എന്താ പറഞ്ഞിരുന്നത് ഞാൻ? ഓവറിയില് ഓവം, എഗ് ട്ടാ. ഓവറിയില് എഗ് ആണ് ഉണ്ടാവണത് കേട്ടാ. ഓവറിയിൽ എഗ് ആണ് ഉണ്ടാവണത്. സ്പേംസ് ഉണ്ടാവണത് എവിടെയാണ്? ടെസ്റ്റിസിലാണ്. ടെസ്റ്റിസില് സ്പേംസും ഓവറിയിൽ എന്തുണ്ടാവും? എഗ്ഗുമാണ് ഉണ്ടാവുന്നത്. ഇനി നമുക്ക് നോക്കിയേ, ഇതാണ് ഓവിഡക്റ്റ് എന്ന് പറയുന്നത്. യൂട്രസിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന ആ ട്യൂബിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബ് എന്നും പറയും. അതിന് 3 ഭാഗങ്ങളുണ്ട്. നോക്കിയടാ, 3 ഭാഗങ്ങൾ ഒന്ന് നോക്കിയേ. ഈ ഫണൽ ഷേപ്ഡ് ഭാഗം കണ്ടാ, ഒരു ഫണൽ പോലെ ഇരിക്കുന്ന ഭാഗം, അതിനെയാണ് ഇൻഫണ്ടിബുലം എന്ന് പറയും. എന്താണ്? ഇൻഫണ്ടിബുലം എന്നാണ് പറയുന്നത്. അപ്പൊ 3 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗം എന്താ? ഒരു ഫണൽ ഷേപ്ഡ് ഭാഗമാണ്. അതിനെ ഇൻഫണ്ടിബുലം എന്നാണ് പറയുന്നത്. അടുത്ത നോക്കിയേ, ഇൻഫണ്ടിബുലം കഴിഞ്ഞിട്ട് കുറച്ച് വിട്ടായിട്ടുള്ള, വീതിയേറിയ ഒരു ഭാഗമാണ് ആംബുല എന്ന് പറയുന്നത്. ഒരു വിട്ടായിട്ടുള്ള ഏരിയ, വീതി കൂടിയ ഏരിയയാണ് ആംബുല എന്ന് പറയുന്നത്. ഈ ആംബുല പിന്നീട് ചെന്ന്, അതായത് നമ്മുടെ യൂട്രസിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ അതിന്റെ ഒരു നാരോ ട്യൂബ് ആയിട്ട് അത് മാറും. ഒരു വീതി കുറഞ്ഞ ഒരു ഭാഗമായിട്ട് മാറും. ആ വീതി കുറഞ്ഞ ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് ഇസ്തുമസ്. ഇസ്തുമസ്. അപ്പൊ പറഞ്ഞേ, 3 ഭാഗങ്ങളാണ് ആർക്കുള്ളത്? ഓവിഡക്റ്റിനുള്ളത്. ഏതൊക്കെയാണ്? ഫണൽ ഷേപ്ഡ് ആയിട്ടുള്ള ഇൻഫണ്ടിബുലം, പിന്നെ വിഡ്ത്ത് കൂടിയ ആംബുല, പിന്നെ വിഡ്ത്ത് കുറഞ്ഞ നാരോ ട്യൂബ്, യൂട്രസിലേക്ക് ജോയിൻ ചെയ്യിക്കുന്ന നാരോ ട്യൂബ് ആയിട്ടുള്ള ഇസ്തുമസ്. ഓക്കെ, അങ്ങനെ 3 ഭാഗങ്ങൾ. ഇനി അതില് ഇൻഫണ്ടിബുലത്തിന്റെ ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ കാണണ്ട? കണ്ടാ, ഒരു ഫിംഗർ പോലെ ഇരിക്കുന്ന കുറെ പ്രൊജക്ഷൻസ്, അത് ഇൻഫണ്ടിബുലത്തിന്റെ ഭാഗമാണ്. ഇൻഫണ്ടിബുലത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ്. അതിനൊരു പേരുണ്ട്, ഫിംബ്രിയെ എന്ന് പറയും. എന്താണ്? ഫിംബ്രിയെ. ഈ ഫിംബ്രിയെ നമ്മുടെ ഇവിടെ നിന്ന് ഓവം പുറത്തേക്ക് വരും. ഓവറിയിൽ നിന്നാണ് എന്ത്? ഓവുലേഷൻ കഴിഞ്ഞ് ഓവം പുറത്തേക്ക് വരുന്നത്. ആ ഓവത്തെ പിടിച്ചെടുക്കാനായിട്ട് ആണ് ആരുള്ളത്? ഫിംബ്രിയ ഉള്ളത്. ഫിംബ്രിയ ഓവിഡക്റ്റിന്റെ ഉള്ളിലേക്ക് എന്ത് വരണം? ഓവത്തിന് എടുക്കണ്ടേ? ആ കളക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഭാഗമാണ് ഇത് ഇൻഫണ്ടിബുലത്തിന്റെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആയിട്ടുള്ള ഫിംബ്രിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ യൂട്രസ്. യൂട്രസിന് 3 ലെയേഴ്സ് ഉണ്ട്. 3 ലെയേഴ്സ്. ഏറ്റവും പുറം ഭാഗത്തെയാണ് പെരിമെട്രിയം എന്ന് പറയുന്നത്. അതൊരു തിൻ ലെയർ ആണ്. പെരിമെട്രിയം എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഉൾഭാഗത്തായിട്ട് മിഡിൽ ആയിട്ടുള്ളതാണ് മയോമെട്രിയം എന്ന് പറയും. മിഡിൽ ലെയർ മയോമെട്രിയം. മിഡിൽ ലെയർ എന്താണ്? മയോമെട്രിയം ആണ്. അത് മസിൽസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്മൂത്ത് മസിൽസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ലെയർ ആണ് ഇത് മയോമെട്രിയം എന്ന് പറയുന്നത്. അതിന്റെ ഫങ്ഷൻ എന്താണ്? കോൺട്രാക്ഷൻസ്. അതായത് നമ്മളെ ബേബി എന്ത് ചെയ്യണം? പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ പാർച്ചുറേഷന്റെ സമയത്ത് കുട്ടി പുറത്തേക്ക് വരണ്ടേ? യൂട്രസിന്റെ പുറത്തേക്ക് വരണം. ആ സമയത്ത് യൂട്രസ് കോൺട്രാക്ട് ചെയ്യാൻ സഹായിക്കുന്നത് ഏതാണ്? ഈ മയോമെട്രിയമാണ്.
അതാണ് അതിന്റെ ഫംഗ്ഷൻ. കോൺട്രാക്ഷൻ, സ്മൂത്ത് മസിൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കണെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ എന്തുണ്ടാവും? മസിൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? കോൺട്രാക്ഷൻ നടക്കുമല്ലോ. അപ്പൊ കോൺട്രാക്ഷന് സഹായിക്കുന്നു. ഇനി അടുത്ത എന്താണ്? ഏറ്റവും ഉൾഭാഗത്തെ ലെയർ. ഇത് ഏറ്റവും ഉൾഭാഗത്തെ ലെയർ ആണ് എന്ത്? എൻഡോമെട്രിയം എന്ന് പറയുന്നത്. എന്താണ്? എൻഡോമെട്രിയം. അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാല് അവിടെ സോൺ ഓഫ് ഇംപ്ലാന്റേഷൻ എന്ന് പറയും. സോൺ ഓഫ് ഇംപ്ലാന്റേഷൻ, അതായത് നമ്മള് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് മാറി ഈ ബ്ലാസ്റ്റോസിസ് വന്ന് അറ്റാച്ച് ചെയ്യണം അല്ലെ. വന്ന് അറ്റാച്ച് ചെയ്യുന്ന ഭാഗം അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ഭാഗം ഏതാണ്? എൻഡോമെട്രിയത്തിലും ഏറ്റവും ഉൾഭിത്തിയിലാണ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ യൂട്രസിന്റെ. അത് ഏത് ലെയർ ആണ്? എൻഡോമെട്രിയത്തിന്റെ ഉള്ളിലാണ്. ഇംപ്ലാന്റേഷൻ വന്ന് അറ്റാച്ച് ഇംപ്ലാന്റേഷൻ നടക്കുന്നത് ഏത് ലെയറിലാണ്? എൻഡോമെട്രിയത്തിന്റെ ഉള്ളിൽ. അതേപോലെ തന്നെ അവിടെ എന്തുണ്ട്? സൈക്ലിക് ചേഞ്ചസ് നടക്കുന്നുണ്ട്. സൈക്ലിക് ചേഞ്ചസ് ഡ്യൂറിങ് മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ മെൻസ്ട്രൽ പീരീഡ്, മെൻസ്ട്രൽ സൈക്കിൾ എന്ന് എങ്ങനെ വേണമെങ്കിലും പറയാം. അതായത് മെൻസ്ട്രൽ സൈക്കിളില് ചേഞ്ചസ് നടക്കുന്നത് ഏത് ലെയറിനാണ്? നമ്മുടെ ഈ എൻഡോമെട്രിയത്തിനാണ്. അതായത് മെൻസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? നമ്മുടെ എൻഡോമെട്രിയം അവിടെ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് ബ്രേക്ക് ഡൗൺ ചെയ്ത് പുറത്തേക്ക് പോരുന്ന ആ പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? മെൻസ്ട്രേഷൻ. അത് കഴിഞ്ഞ് പിന്നെയും അത് എന്ത് ചെയ്യുന്നുണ്ട്? ആ എൻഡോമെട്രിയം അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോ അവിടെ സൈക്ലിക് ചേഞ്ചസ്, ആ സമയത്ത് സൈക്ലിക് ചേഞ്ചസ് വ്യത്യാസങ്ങൾ വരുന്നത് ഏത് ലെയറിനാണ്? എൻഡോമെട്രിയം. അതൊരു ഗ്ലാൻഡുലാർ ലെയർ ആണ് കേട്ടോ. എന്ത് ലെയർ ആണ്? ഗ്ലാൻഡുലാർ ലെയർ ആണ്. ഇനി അടുത്ത ഭാഗം നോക്കിയേ. നമ്മുടെ യൂട്രസ് പുറത്തേക്ക് തുറക്കുന്ന ഭാഗം സെർവിക്സ് എന്ന് പറയും. യൂട്രസ് ഓപ്പൺ ചെയ്യുന്ന ഭാഗത്തിനെ സെർവിക്സ് എന്ന് പറയും. എവിടേക്കാണ് അത് ഓപ്പൺ ചെയ്യുന്നത്? വജൈനയിലേക്കാണ് സെർവിക്സ് ഓപ്പൺ ചെയ്യുന്നത്. നോക്കിയേ, ആ സെർവിക്സിന്റെ അവിടെയുള്ള ആ ഒരു സ്പേസ്, ആ സ്പേസിനെയാണ് നമ്മള് സെർവിക്കൽ കനാൽ എന്ന് പറയുന്നത്. അതാണ് സെർവിക്കൽ കനാൽ. ഈ സെർവിക്കൽ കനാലും, ഇതാണ് സെർവിക്കൽ കനാല്, ഇത് വജൈന. ഈ സെർവിക്കൽ കനാലും വജൈനയും കൂടി ചേർന്നിട്ടാണ് എന്ത് പറയാ? ബർത്ത് കനാൽ എന്ന് പറയാം. എന്താണ്? ബർത്ത് കനാൽ, അതായത് കുട്ടി പുറത്തേക്ക് പോരുന്ന ആ ഒരു കനാൽ. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഇനി ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ? എവിടെ ക്വസ്റ്റ്യൻ? അവിടെ ഇത് ചെയ്യാൻ പറ്റുന്നതല്ലേ? എന്താണ് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇത് ഏത് ലെയർ ആണ്? ഇത് നമ്മുടെ എൻഡോമെട്രിയം ആണ് അല്ലെ. എൻഡോമെട്രിയം ഏറ്റവും ഉള്ളിലത്തെ ലെയർ ആണ് എൻഡോമെട്രിയം. ബി എന്താണ് കാണിച്ചിരിക്കുന്നത്? ബി ഓവറി ആണ് അല്ലെ. ബി ഓവറി. പിന്നെ ഡി എന്താണ് നോക്കിയേ. ഡി ഏതാണ്? ആ വിഡ്ത്ത്, വീതി കൂടിയ ഭാഗം ഏതായിരിക്കും? ആംബുല. വീതി കൂടിയ ഭാഗം ആംബുല. വീതി കുറഞ്ഞ ഭാഗം ഏതാണ്? ഇസ്തുമസ്. വീതി കുറഞ്ഞത് ഇസ്തുമസ്. ഓക്കെ, അതിന്റെ തന്നെ എക്സ്പ്ലനേഷൻ ആണ് ട്ടാ ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എഴുതിയെടുക്ക എന്ന് ചെയ്യാട്ടാ. യൂട്രസിന്റെ 3 ലെയേഴ്സ് ഏതൊക്കെയാണ്? സെർവിക്കൽ കനാലും വജൈനയും കൂടെ ചേർന്നാൽ ബർത്ത് കനാല്. ഇതൊക്കെ ഞാൻ തന്നിട്ടുണ്ട്. നോക്കിയേ അടുത്തത്. ഐഡന്റിഫൈ ദ പാർട്സ് ഓഫ് ഓവിഡക്ട് ഫ്രം ബിലോ ഡിസ്ക്രിപ്ഷൻ. നമുക്ക് തന്നിട്ടുണ്ട്, കുറച്ച് ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ഏത് ഭാഗമാണ്, ഓവിഡക്റ്റിന്റെ ഏത് ഭാഗമാണ് ആ പറഞ്ഞിരിക്കുന്നത് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഓഫ് ദ ഓവിഡക്ട് ദാറ്റ് ഹെൽപ്സ് ഇൻ കളക്ഷൻ ഓഫ് ദ ഓവം. എന്തായിരിക്കും? ഓവിഡിന്റെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് പറഞ്ഞില്ലേ, ഓവത്തിനെ കളക്ട് ചെയ്യാനായിട്ട്. അതേതാണ്? അത് നമ്മുടെ ഫിംബ്രിയെ ആണ് അല്ലെ. ഫിംബ്രിയെ. അടുത്തത്, ദ പാർട്ട് ഓഫ് ഓവിഡക്ട് വിത്ത് നാരോ ലൂമൻ ദാറ്റ് ജോയിൻസ് ടു ദ യൂട്രസ്. നാരോ ലൂമൻ യൂട്രസിലേക്ക് ജോയിൻ ചെയ്യുന്ന ഭാഗം ഏതായിരിക്കും? അത് നമ്മുടെ ഇസ്തുമസ് ആണ് അല്ലെ. ഇസ്തുമസ്. അടുത്തെന്താണ്? ഫണൽ ഷേപ്ഡ് പാർട്ട് ഓഫ് ഓവിഡക്ട്. അതേതായാലും ഫണൽ ഷേപ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതേതായിരിക്കും? ഇൻഫണ്ടിബുലമാണ്. ഇൻഫണ്ടിബുലം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത നമ്മൾ ഇത് നോക്കി നോക്കൂ ട്ടാ. അതായത് അതിന്റെ തന്നെ എക്സ്പ്ലനേഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇൻഫണ്ടിബുലം എന്താണ്, ആംബുല ഏതാണ്, ഇസ്തുമസ് ഏതാണെന്നൊക്കെയാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ നോക്കിക്കോളൂ, പഠിച്ചോളൂ. അടുത്ത നോക്കിയാടാ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ ഹ്യൂമൻ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ഡു ദ ഫോളോയിങ് ഇവന്റ്സ് ഒക്കെ. താഴെ തന്നിരിക്കുന്ന ഘട്ടങ്ങൾ നടക്കുന്നത് ഏത് ഭാഗത്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് നമ്മുടെ ആംബുലയിൽ വെച്ചിട്ടാണ്. എവിടെയാ പിക്ചർ നോക്കിയേ? ഇതാണ് ആംബുല. ആ വിട്ടറിയ ഭാഗം എന്ന് പറഞ്ഞില്ലേ, ആംബുല. ഈ ആംബുലയിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അതായത് നമ്മുടെ ഓവവും
ഓവവും സ്പേമും കൂടെ കൂടിച്ചേരുന്ന പ്രോസസ് അല്ലേ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാല്. ആ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ആംബുലയിൽ വെച്ചിട്ടാണ്. എവിടെ വെച്ചിട്ടാണ്? ആംബുല. അടുത്തത് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇംപ്ലാന്റേഷൻ. ബ്ലാസ്റ്റോസിസ്റ്റ് വന്ന് അറ്റാച്ച് ചെയ്യുന്നതാണ് ഇംപ്ലാന്റേഷൻ. അതെവിടെയാണ് അറ്റാച്ച് ചെയ്യുന്നത്? അത് എൻഡോമെട്രിയത്തിലാണ്. എവിടെയാണ്? എൻഡോമെട്രിയം. എൻഡോമെട്രിയത്തിലാണ് എന്ത്? ഈ പറഞ്ഞ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തതാണ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിക്കാറുണ്ട്. ഹൈമൻ ഈസ് നോട്ട്, ഇതേപോലെ തന്നെ ചോദിക്കാറുണ്ട്. ഹൈമൻ ഈസ് നോട്ട് എ ഇൻഡിക്കേറ്റർ ഓഫ് വെർജിനിറ്റി ഓർ സെക്ഷൽ എക്സ്പീരിയൻസ്, ഗീവ് റീസൺ. ഹൈമൻ എന്താണ്? ഒരിക്കലും ഒരു സെക്ഷൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വിർജിനിറ്റിയിലെ ഒരു ഭാഗമാണ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഇൻഡിക്കേറ്റർ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ് എന്നാണ്. നമുക്ക് ഹൈമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വജൈനൽ കവറിംഗ് ആണ്. വജൈനൽ ഓപ്പണിങ്ങിനെ കവർ ചെയ്യുന്ന ഒരു തിൻ മെംബ്രെയിൻ ആണ് എന്തെന്ന് പറഞ്ഞാല് ഹൈമൻ എന്ന് പറഞ്ഞാൽ. ഈ ഹൈമൻ പണ്ട് കാലങ്ങളിൽ ആദ്യം ആളുകൾ വിചാരിച്ചിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹൈമൻ എപ്പോ പൊട്ടുള്ളൂ? സെക്ഷൽ കോണ്ടാക്ട് നടത്തുമ്പോഴാണ് ഈ ഹൈമൻ ബ്രേക്ക് ചെയ്യണമെന്ന് മനസ്സിലായി. അതായത് അന്ന് അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. അപ്പോഴാണ് ഇത് പൊട്ടുക എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ ഈ ഹൈമൻ എന്ന് പറഞ്ഞാൽ ഒരു തിൻ മെംബ്രെയിൻ അല്ലേ. ചില ആളുകൾക്ക് ജന്മനാ ഈ മെംബ്രെയിൻ ഉണ്ടാവില്ല. ചിലവർക്ക് കോയിറ്റസ് കഴിഞ്ഞാലും അതായത് സെക്ഷൽ കോണ്ടാക്ട് കഴിഞ്ഞാലും ചിലപ്പോൾ ഇത് ഉണ്ടാവും, നിലനിൽക്കും. മനസ്സിലായോ? അപ്പോ അതേപോലെ തന്നെ ചിലവർക്ക് എന്താണ്? ഇതൊരു തിൻ മെംബ്രെയിൻ ആയതുകൊണ്ട് തന്നെ എപ്പോ വേണമെങ്കിലും പൊട്ടാം. ഒന്ന് സഡൻ ഫാൾ, ഒന്ന് നന്നായ നല്ല വീഴ്ചയിൽ ഇത് പൊട്ടാം. അല്ലെങ്കിൽ എന്താണ്? പാർട്ടിസിപ്പേഷൻ ഇൻ സ്പോർട്സ്, ഹോഴ്സ് റൈഡിങ്, ഇങ്ങനെയുള്ള ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ട് നമ്മൾ ആക്റ്റീവ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഹൈമൻ പൊട്ടാം. സ്വാഭാവികമാണ്. മനസ്സിലായ? അപ്പൊ ഒരിക്കലും നമുക്ക് സെക്ഷൽ കോണ്ടാക്ടിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ്, അതായത് ഈ ഹൈമൻ ഇല്ലാത്തവരൊക്കെ സെക്ഷൽ കോണ്ടാക്ട് ചെയ്തവരാണ് എന്ന് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? പറയാനായിട്ട് പറ്റില്ല. അത് ഒരിക്കലും ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇതേപോലെ എന്ത് ചെയ്യാ? പഠിച്ചു വെക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത നമ്മുടെ മാമറി ഗ്ലാൻസ് ആണ് കേട്ടോ. മാമറി ഗ്ലാൻസിന്റെ കണ്ടക്ഷൻ ഓഫ് മിൽക്ക് ഉണ്ടാകുന്ന ഒരു ഫ്ലോ ചാർട്ട് ആണ് എപ്പോൾ എന്ത് ചെയ്യണത്? ചോദിക്കാറ്. ദേ നോക്കിയാടാ, ഈ പിക്ചർ ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ആദ്യം എന്താണ്? നമ്മുടെ മാമറി ലോബുകളാണ് അല്ലെ. വലിയ വലിയ അറകൾ ഉണ്ടാവും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? മാമറി സോറി, ഇത് ഫാറ്റുകളാണ്. ഇതല്ല, ഇതാണ് മാമറി ലൂബ്സ്. ഇങ്ങനെ അറകൾ ഉണ്ടാവുകയെ ഇതേപോലെ ഇങ്ങനെ കുറെ അറകൾ ഉണ്ടാവും. ആ അറയ്ക്കുള്ളിൽ, അതിനെയാണ് നമ്മള് മാമറി ലോബ് എന്ന് പറയുന്നത്. ഈ അറയ്ക്കുള്ളിൽ എന്തുണ്ടാവും? കുഞ്ഞു കുഞ്ഞു കുറെ സെല്ലുകൾ ഉണ്ടാവും. ഇതിന്റെ ഉള്ളില് കുറെ സെല്ലുകൾ ഉണ്ടാവും. അതിന് മാമറി ആൽവിയോളായി എന്ന് പറയും. ഈ മാമറി ആൽവിയോളായി ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മിൽക്കിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ മിൽക്ക് പ്രൊഡക്ഷൻ നടത്തുന്ന സെല്ലുകൾ ഏതാണ്? മാമറി ആൽവിയോളായി ആണ്. മനസ്സിലായില്ലേ? ഈ മാമറി ആൽവിയോളായി നിന്ന് മിൽക്കിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ട്യൂബാണ് എന്ത്? മാമറി ഡക്ട് എന്ന് പറയും. ഓരോ ഭാഗത്തുനിന്ന്, ഓരോ സെല്ലിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ലോബിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ട്യൂബുകൾ വരുന്നുണ്ട് മിൽക്ക് കൊണ്ടുപോകാനായിട്ട്. അതിനെ നമ്മൾ മാമറി ഡക്ട് എന്ന് പറയും. ഈ മാമറി ഡക്റ്റുകൾ കൂടിച്ചേർന്നാൽ അത് എന്തുണ്ടാവും? മാമറി ആംബുല എന്ന് പറയുന്ന വേറൊരു ട്യൂബിലേക്കാണ് അത് ജോയിൻ ചെയ്യുന്നത്. മാമറി ആംബുല പിന്നെ വേറെ ട്യൂബിന്റെ പേരാണ് ലാക്ടിഫറസ് ഡക്ട്. ലാക്ടിഫറസ് ഡക്റ്റിലേക്ക് ജോയിൻ ചെയ്യും. ലാക്ടിഫറസ് ഡക്ട് പിന്നെ പുറത്തേക്ക് നിപ്പിൾ വഴി എന്ത് ചെയ്യും? പുറത്തേക്ക് തുറക്കും. ഇത് നമുക്ക് പിക്ചർ അങ്ങനെ വന്ന് ചോദിക്കാറില്ല. മെയിൻ ആയിട്ട് നമ്മളോട് ഫ്ലോ ചാർട്ടേ ചോദിക്കാനുള്ളൂ. നിങ്ങൾ ആ ഫ്ലോ ചാർട്ട് അങ്ങോട്ട് പഠിച്ചു വെച്ചാൽ മതി. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട്. മാമറി ലോബ്സ്, മാമറി ആൽവിയോളായി, മാമറി ട്യൂബ്യൂൾസ്, മാമറി ഡക്ട്, മാമറി ആംബുല, ലാക്ടിഫറസ് ഡക്ട്, പുറത്തേക്ക് തുറക്കുന്നത് നിപ്പിൾ വഴി. ഓക്കെ, ഇത് അതേ ഓർഡറിൽ അങ്ങോട്ട് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ മയോമെട്രിയം ആൻഡ് എൻഡോമെട്രിയം. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ മയോമെട്രിയം എന്താണ്? മയോമെട്രിയം എന്ന് പറയുമ്പോ മിഡിൽ ലെയർ ആണ് അല്ലെ. മിഡിൽ ലെയർ ആണ് ഫോംഡ് ഓഫ് സ്മൂത്ത് മസിൽസ്, പിന്നെന്താണ്? ഫങ്ഷൻ എന്താണ് അതിന്റെ? helps in contraction. അതാണ് നമ്മുടെ മയോമെട്രിയം ചെയ്യുന്നത്. അടുത്തത് എൻഡോമെട്രിയം എന്താണ്? ഗ്ലാൻഡുലാർ ഇന്നർ ലെയർ ആണ്. എന്തിനാണ്? ഹെൽപ്സ് ഇൻ, എന്തിനൊക്കെ ചെയ്യും? എന്താണ്?
helps in menstrual cyclic changes during menstrual cycle പിന്നെന്താ പറഞ്ഞിട്ടുള്ളത് zone of implantation സോൺ ഓഫ് ഇംപ്ലാന്റേഷൻ. ഇനി അടുത്തത് എന്താണ്? സ്പെർമറ്റോജനസിസും ഊജനസിസും. സ്പെർമറ്റോജനസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫോർമേഷൻ ഓഫ് സ്പേംസ് ആണ്. ഊജനസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോർമേഷൻ ഓഫ് ഓവം. സിമ്പിൾ അല്ലേ? സ്പെർമറ്റോജനസിസ് എന്ന് പറഞ്ഞാല് ഫോർമേഷൻ ഓഫ് സ്പേംസും ഊജനസിസ് എന്താണ്? ഫോർമേഷൻ ഓഫ് ഓവവുമാണ്. അടുത്ത് നോക്കാം. അത് തന്നെയാണ് അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഈ തന്നിരിക്കുന്നത് കേട്ടോ. എന്താണ് ഗാമറ്റോജനസിസ്? ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? വായിച്ച് പഠിക്കുക കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഈ സെന്റൻസിലുള്ളത്. ഓക്കെ, രണ്ടെണ്ണാക്കി തിരിച്ചെന്ന് പറഞ്ഞല്ലേ. ഗാമറ്റോജനസിസ് രണ്ടെണ്ണം ഉണ്ട് നമുക്ക്. എന്താണ്? സ്പെർമറ്റോജനസിസും ഉണ്ട്, ഊജനസിസും ഉണ്ട്. സ്പേം ഉണ്ടാവുന്നത് സ്പെർമറ്റോജനസിസും ഓവ് ഉണ്ടാവുന്നത് ഊജനസിസുമാണ്. അതിന്റെ ഡിഫറൻസ് പഠിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ചോദിക്കാറുണ്ട്. സ്പെർമറ്റോജനസിസും ഊജനസിസിന്റെയും ഡിഫറൻസ് ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ചോദ്യം ഉണ്ടാകാറുണ്ട്. ഓക്കെ, എന്താണ് നോക്കിയേ? സ്പെർമറ്റോജനസിസ് ഏതൊക്കെയാണ്? ഇൻ മെയിൽസ്. എവിടെയാണ് നടക്കുന്നത്? മെയിൽസിലാണ് നടക്കുന്നത്. മെയിൽസിൽ occurs in testis. ടെസ്റ്റിസിലാണ് അത് എന്ത് ചെയ്യുന്നത്? നടത്തുന്നത്. സ്പെർമറ്റോജനസിസ് മെയിൽസിലാണ്. ഊജനസിസിൽ ആരിലായിരിക്കും? ഫീമെയിൽസിലാണ്. ഊജനസിസ് ഫീമെയിൽസിൽ. മനസ്സിലായില്ലേ? സ്പെർമറ്റോജനസിസ് ആര് നടക്കും? പുരുഷന്മാരിലായിരിക്കും. ഊജനസിസ് ആണെങ്കിൽ ഫീമെയിൽസിലായിരിക്കും. എവിടെയാണ് നടക്കുന്നത്? occurs in ടെസ്റ്റിസിലാണ് അല്ലെ? ടെസ്റ്റിസിലാണ് എന്ത്? സ്പെർമറ്റോജനസിസ് നടക്കുന്നത്. അതേപോലെ ഓവറിയിലാണ് എന്ത് ഉണ്ടാവുന്നത്? ഓവം, ഊജനസിസ് നടക്കുന്നത്. അടുത്തത് ഗാമേറ്റ് ഈസ് സ്പേം. അവിടെ ഉണ്ടാവുന്ന ഗാമേറ്റ് എന്താണ്? സ്പേം ആണ്. ഇവിടെ എന്തായിരിക്കും? ഓവമാണ്. ഓക്കെ, ഇനി കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഏത്? നമ്മുടെ സ്പെർമറ്റോജനസിസ് അല്ലെ? സ്പെർമറ്റോഗോണിയിൽ നിന്ന് സ്പേം ആയിട്ട് മാറണവരെ നമ്മൾ പറഞ്ഞില്ലേ, അവിടെ എന്തെങ്കിലും വല്ല വ്യത്യാസം, അതായത് എവിടെയും സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാ? ഇല്ലല്ല. പ്യൂബർട്ടി തുടങ്ങി കഴിഞ്ഞാൽ ഒരു സെനിലിറ്റി, അതായത് വാർദ്ധക്യകാലം വരെയും ഇത് നടക്കുന്ന, കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷേ നമ്മുടെ ഊജനസിസ് അങ്ങനെയല്ല. അതൊരു ഡിസ്കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഡിസ്കണ്ടിന്യൂസ് എന്താണ്? ഒന്ന് സ്റ്റോപ്പ് ചെയ്താണ് നടക്കുന്നത്. അതായത് നമ്മുടെ സ്പെർമറ്റോജനസിസ് എപ്പോഴാണ് നടക്കുന്നത്? എപ്പോ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു? പ്യൂബർട്ടിയിലല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഊജനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ പ്യൂബർട്ടി സ്റ്റേജിലല്ല. പകരം അതെപ്പോ സ്റ്റാർട്ട് ചെയ്യും? എംബ്രിയോണിക് ഡെവലപ്മെന്റ്, അതായത് എംബ്രിയോ ആയിരിക്കുമ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്? എംബ്രിയോണിക് സ്റ്റേജിലാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഈ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും പ്യൂബർട്ടി സ്റ്റേജിലാണ് അല്ലെ? മറ്റേത് സ്പേംസ് ഉണ്ടാവണ പ്യൂബർട്ടി സ്റ്റേജിലാണ് തുടങ്ങുന്നത് അല്ലെ? അതേപോലെ എഗ് ഉണ്ടാവണതും എന്ത് വിചാരിക്കും നമ്മള്? നമ്മുടെ പ്യൂബർട്ടി സ്റ്റേജിൽ പ്രായപൂർത്തി ആവുമ്പോഴാണെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. സ്ത്രീകളില് നമ്മളെ എംബ്രിയോ ആയിട്ടിരിക്കൂലേ? അമരവയറ്റിൽ എംബ്രിയോ ആയിട്ടിരിക്കൂലേ? ആ സമയത്ത് തന്നെ നമ്മുടെ ഓവറിയിൽ എന്ത് നടക്കുന്നുണ്ട്? ഈ പറഞ്ഞ ഊജനസിസിന്റെ ആദ്യ ഘട്ടം നടക്കുന്നുണ്ട്. ഊഗോണിയ. ആദ്യം എന്തായിരിക്കും? ഊഗോണിയാണ് ഉണ്ടാവുന്നത് അല്ലെ? ഊഗോണിയക്ക് എന്ത് നടക്കും? മൈറ്റോസിസ് നടക്കും. മൈറ്റോസിസ് നടന്നിട്ട് പ്രൈമറി ഊസൈറ്റ് ആവും. പ്രൈമറി ഊസൈറ്റ് പിന്നെന്താണ്? മിയോസിസ് വണ്ണിലേക്ക് കടക്കും. പക്ഷേ അവിടെ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. ഇത്രയുമേ നടക്കുള്ളൂ അവിടെ. മനസ്സിലായ? പ്രൈമറി ഊസൈറ്റിന് മിയോസിസിലേക്ക് കടക്കും, പക്ഷെ അത് കംപ്ലീറ്റ് ആവൂല. മനസ്സിലായ? അപ്പൊ അവിടെ സ്റ്റോപ്പ് ആയി. അപ്പോ ഒരു കുട്ടി ജനിക്കുമ്പോൾ അതിന്റെ ഓവറിയില് എങ്ങനെയായിരിക്കും? അത് ഇത്രയും പ്രോസസ്സേ നടന്നിട്ടുണ്ടാവുള്ളൂ. അവിടെ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ ഒരു അനക്കവും ഉണ്ടാവൂല. പിന്നെ ഒരു പ്രോസസ്സും അവിടെ നടക്കൂല. പിന്നെ നടക്കുന്നത് എപ്പോഴാണ്? പ്യൂബർട്ടി സ്റ്റേജില് നമുക്ക് പ്രായപൂർത്തിയൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഹോർമോണുകളൊക്കെ വരുന്നത് അല്ലെ? ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഇത് കംപ്ലീറ്റ് ആവുകയും പ്രൈമറി ഊസൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? സെക്കൻഡറി ഊസൈറ്റ് ആയിട്ട് മാറും. എന്തായിട്ട് മാറും? സെക്കൻഡറി ഊസൈറ്റും അതേപോലെ തന്നെ ഒരു പോളാർ ബോഡിയുമായിട്ടാണ് മാറുന്നത്. പോളാർ ബോഡി ആയിട്ട് മാറും. കംപ്ലീറ്റ് ചെയ്തിട്ട് എന്താവും? ഒരു സെക്കൻഡറി യൂസൈറ്റും പോളാർ ബോഡിയുമായിട്ട് എന്ത് ചെയ്യും? മാറും.
ഇനി ഈ പോളാർ ബോഡി പിന്നെയും എന്ത് ചെയ്യുന്നുണ്ട്? മിയോസിസ് 2 അതായത് നടക്കുന്നുണ്ട്. പക്ഷേ അവിടെ എന്ത് ചെയ്യും? ഇതേപോലെ ഒരു സ്റ്റോപ്പ് വരും. മനസ്സിലായ? കാരണം സെക്കൻഡറി യൂസൈറ്റ് പിന്നെ എന്താവണം? ഊട്ടിയിടാവണം, ഓവ ആവണം. പക്ഷെ ഇവിടെ എന്താണ്? സ്റ്റോപ്പ് ചെയ്ത്, പിന്നെ നടക്കത്തില്ല. പിന്നെ എപ്പോഴായിരിക്കും നടക്കുന്നത്? പിന്നെ സ്പേം എൻട്രി ചെയ്യണം. സ്പേം വരികയാണെങ്കിൽ സ്പേം എൻട്രി ചെയ്യുമ്പോഴാണ് പിന്നെ ഇത് എന്തായി മാറുന്നത്? ഊട്ടിടും. അതേപോലെ തന്നെ ഊട്ടിടും എന്ന് പറഞ്ഞാൽ ഓവവും അതേപോലെ തന്നെ സെക്കൻഡ് പോളാർ ബോഡിയുമായിട്ട് മാറുന്നത്. അപ്പൊ എന്താണ് ഇത്? നോക്കി നിന്നിട്ടുള്ള സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള പ്രോസസ്സുകളല്ലേ ഇത് ഈ കാണിച്ചിരിക്കുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് അതെന്താണ്? ഡിസ്കണ്ടിന്യൂഷൻ ആണ്. പക്ഷേ സ്പെർമറ്റോജെനിസിസ് അങ്ങനെയല്ല, കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. പിന്നെ ഈച്ച് പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ഗിവ്സ് 4 സ്പേംസ്. ഒരു പ്രൈമറി സ്പെർമറ്റോസൈറ്റ് എത്ര സ്പേംസിനെ തരും എന്ന് പറഞ്ഞു? 4 സ്പേംസിനെ തരും. പക്ഷെ ഇവിടെ അങ്ങനെയാണോ? ഒരു പ്രൈമറി സൈറ്റ് എന്തായും ഒരു ഓവത്തിനെയും 3 പോളാർ ബോഡീസിനെയുമാണ് എന്ത് ചെയ്യണത്? തരുന്നത്. ഇനി ബിഗിൻസ് അറ്റ് പ്യൂബർട്ടി ആൻഡ് എക്സ്റ്റെൻസ് അപ് ടു സെനിലിറ്റി. പ്യൂബർട്ടി തുടങ്ങി സെനിലിറ്റി എന്ന് പറഞ്ഞ വാർദ്ധക്യകാലം വരെ നീളുന്നതാണ് ഇത് സ്പെർമറ്റോജെനസിസ്. പക്ഷേ ഇതങ്ങനെയാണോ? അല്ല. എവിടെ തുടങ്ങും? എംബ്രിയോണിക് സ്റ്റേജിൽ തുടങ്ങും, പിന്നെ സ്റ്റോപ്പ് ആവും. പിന്നെ എന്താണ്? ബർത്തിന്റെ ടൈമിൽ സ്റ്റോപ്പ് ആവും. പിന്നെ എപ്പോഴാണ്? പ്യൂബർട്ടി സ്റ്റേജിലാണ് ബാക്കി സാധനങ്ങൾ തുടങ്ങുന്നത്. അപ്പൊ അതെന്താണ്? അതൊരു ഡിസ്കണ്ടിന്യൂസ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഡിഫറൻസ് എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, അടുത്ത് നോക്കിയേ, അതിന്റെ പിക്ചർ തന്നിട്ടുണ്ട്. ഈ പിക്ചർ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലത്തെ പിക്ചർ ആണ്. പിക്ചർ നോക്കിക്കോളൂ. പിക്ചർ തന്നിട്ടായിരിക്കും നിങ്ങളോട് ഇത് ഏത് പ്രോസസ് ആണ് എന്ന് ചോദിക്കുന്നത്. അടുത്ത് നോക്കിയേ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സ്പെർമിയോജെനസിസ് ആൻഡ് സ്പെർമിയേഷൻ. നമ്മൾ പറഞ്ഞു സ്പെർമിയോജെനസിസ് എന്തായിരുന്നു? ദാറ്റ് ഈസ് ഡെവലപ്മെന്റ് ഓഫ് sperms from spermatid. sperms from spermatid. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്പെർമിയോജെനസിസ് എന്ന് പറയുന്നത്. സ്പെർമിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലീസ് ഓഫ് sperms from seminiferous tubules. അതായത് സെമിനിഫറസ് ട്യൂബ്യൂൾസിലാണ് എന്തുണ്ടാവണത്? സ്പേം ഉണ്ടാവണത്. അത് പുറത്തേക്ക് പോരുന്ന ആ പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയണത്? നമ്മുടെ സ്പെർമിയേഷൻ എന്ന് പറയുന്നത്. ഇതെന്താണ്? സ്പെർമിയേഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. സ്പെർമിയേഷൻ. സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്ന് സ്പേംസ് പുറത്തേക്ക് പോരുന്ന ആ പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയണത്? സ്പെർമിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Name the cap-like structure present in sperm head. Write its functions. Sperm headന്റെ തലയിലുള്ള ഒരു സ്ട്രക്ചറിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഫങ്ഷൻസും. സ്ട്രക്ചർ ഓഫ് സ്പേംസ് എന്താണ്? ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. നമ്മുടെ സ്പേമിന്റെ ബോഡിനെ കവർ ചെയ്തിട്ട് ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. 3 റീജിയൻസ് ആണുള്ളത്. ഹെഡ്, അതേപോലെ മിഡിൽ പീസ്, ടെയില്. നിങ്ങൾക്ക് ആ പിക്ചർ നോക്കിയാൽ കാണാൻ പറ്റും. ഹെഡ്, അതേപോലെ തന്നെ നെക്ക്, മിഡിൽ പീസ്, ടെയില്. നോക്കിയേ, ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ സ്പേമിന്റെ സ്ട്രക്ചർ. ഇനി ഹെഡിലുള്ള ഭാഗങ്ങളൊക്കെ നോക്കിയേതേ, എക്രോസോമും അതേപോലെ ന്യൂക്ലിയസുമാണ് എന്തിലുള്ളത്? ഹെഡിലുള്ളത്. നമ്മുടെ മിഡിൽ പീസിൽ ആരാണുള്ളത്? മൈറ്റോകോൺട്രിയാണ് ഉള്ളത്. മിഡിൽ പീസിൽ ആരുണ്ട്? മൈറ്റോകോൺട്രിയ ഉണ്ട്. അതിന്റെ ഫങ്ഷൻസ് നോക്കിയേ. ഹെഡ് എന്താണ്? ഓവൽ ഷേപ്പ് ആണ്. അതേപോലെ അവിടെ എന്തുണ്ട്? ന്യൂക്ലിയസും എക്രോസോമും ഉണ്ട്. എന്താണ് എക്രോസോമിന്റെ ഫങ്ഷൻ ചോദിച്ചാല്, ഇത് കണ്ടെയ്ൻ എക്രോസൈൻ എൻസൈം. എക്രോസൈൻ എൻസൈം എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. അത് എന്തിനെ സഹായിക്കുന്നു? ദാറ്റ് ഹെൽപ്പ് ഇൻ ഫെർട്ടിലൈസേഷൻ. നമ്മുടെ എഗിന്റെ പുറം ഭിത്തി പൊട്ടിച്ചിട്ട് വേണം ബ്രേക്ക് ചെയ്തിട്ട് വേണം നമ്മുടെ സ്പേമിന് എന്ത് ചെയ്യണം? ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടി. അത് ബ്രേക്ക് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈം ആണ് എന്ന് പറഞ്ഞാല് എക്രോസൈൻ എൻസൈം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി മിഡിൽ പീസിൽ എന്താണ് ഉള്ളത് എന്ന് പറഞ്ഞു? മൈറ്റോകോൺട്രിയ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? മൈറ്റോകോൺട്രിയ നമുക്കറിയാം. മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ ഹൗസ് ഓഫ് സെൽ എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അവരെന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡിങ് എനർജി. സ്പേമിനെ മൂവ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം? എനർജി വേണം, വേണ്ടേ? ആ എനർജി പ്രൊവൈഡ് ചെയ്യുന്ന മൈറ്റോകോൺട്രിയ എവിടെയാണ് കാണപ്പെടുന്നത്? മിഡിൽ പീസിലാണ്. അടുത്തത് ടെയിൽ അറിയാലേ? എന്തിനാണ് സഹായിക്കുന്നത്? ഹെൽപ്സ് ഇൻ മൂവ്മെന്റ് ഓഫ് സ്പേം. സ്പേമിനെ മൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ,
അപ്പോ ക്വസ്റ്റ്യൻ കിട്ടിയില്ല നിങ്ങൾക്ക്? ക്യാപ് ലൈക്ക് സ്ട്രക്ചർ ഏതായിരിക്കും? അത് എക്രോസോം ആണ് അല്ലെ. എക്രോസോമിന്റെ ഫംഗ്ഷൻ എന്താണ്? ഹെൽപ്സ് ഇൻ ഫെർട്ടിലൈസേഷൻ. ഹെൽപ്സ് ഇൻ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ ബൈ ബ്രേക്കിംഗ് ദ വാൾ ഓഫ് എന്ത്? ഓവം അല്ലെങ്കിൽ എഗ്. ഓക്കെ, സ്ട്രക്ചേഴ്സ് ഒക്കെ നോക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, LH and FSH play significant role in spermatogenesis. സ്പെർമറ്റോജെൻസിസിൽ LH ഉം FSH ഉം എന്ത് ചെയ്യുന്നുണ്ട്? നല്ലൊരു റോൾ ഉണ്ട് എന്നാണ് പറയുന്നത്. Write the functions of LH and FSH in spermatogenesis. LH ന്റെയും FSH ന്റെയും ഫംഗ്ഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ എല്ലാ ഹോർമോണിനെയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഹൈപ്പോതലാമസ് ആണ് അല്ലെ. പ്രൈം കൺട്രോളർ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഹൈപ്പോതലാമസിനെയാണ് പ്രൈം കൺട്രോളർ എന്ന് പറയുന്നത്. ആളാണ് എല്ലാ ഗ്ലാൻസിനും, എൻഡോക്രൈൻ ഗ്ലാൻസിനെ മൊത്തം എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ നോക്കിയേ, നമ്മുടെ പ്യൂബർട്ടി സ്റ്റേജിലാണ് സ്പെർമറ്റോജെൻസിസ് നടക്കണത് അല്ലെ. ആ സമയത്ത് നമ്മുടെ ഹൈപ്പോതലാമസ് എന്ത് ചെയ്യും? ഹൈപ്പോതലാമസ് ഒരു ഹോർമോൺ ഉണ്ടാക്കും. അതിന്റെ പേരാണ് GnRH എന്ന് പറയും. ഗൊണാഡോട്രോപിക് റിലീസിംഗ് ഹോർമോൺ എന്നാണ് അത് അറിയപ്പെടുന്നത്. ഗൊണാഡോട്രോപിക് റിലീസിംഗ് ഹോർമോൺസ്. ഇത് എവിടേക്കാ ചെല്ലുന്നത്? നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്കാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്കാണ് ഇത് ചെല്ലുന്നത്. അതായത് ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്ക് ചെല്ലും. ഈ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്ക് ഈ GnRH എത്തുമ്പോഴാണ് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നത്? ഗൊണാഡോട്രോപ്പിൻസ്, രണ്ട് ഹോർമോൺസ് ആണ്, ഗൊണാഡോട്രോപ്പിൻസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ഏതൊക്കെയാണ് ആ രണ്ട് ഹോർമോൺസ്? LH ഉം FSH ഉം. LH എന്ന് പറഞ്ഞാൽ ലൂട്ടിനൈസിങ് ഹോർമോണും FSH എന്താ? ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അങ്ങനെ രണ്ട് ഹോർമോൺസ് ഉണ്ടാവും. ഈ LH എവിടെ ആക്ട് ചെയ്യും? LH പോകുന്നത് എവിടേക്കാ? ലേഡിക് സെൽസിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. ഇറ്റ് ആക്ട് ഓൺ ലേഡിക് സെൽസ്. ആദ്യത്തേതല്ലേ, നമ്മൾ ആദ്യത്തെ അക്ഷരം നോക്കിയാൽ മതി. LH ലേഡിക് സെൽസ്. ലേഡിക് സെൽസിൽ ആക്ട് ചെയ്ത് അവിടെ നിന്ന് എന്തുണ്ടാക്കും? അത് ആൻഡ്രോജൻസിനെ ഉണ്ടാക്കും. എന്തിനുണ്ടാക്കും? ആൻഡ്രോജൻസിനെ ഉണ്ടാക്കും. ഈ ആൻഡ്രോജൻസ് എന്തിനെ സഹായിക്കും? ഹെൽപ്സ് ഇൻ സ്പെർമറ്റോജനസിസ്. ഹെൽപ്സ് ഇൻ സ്പെർമാറ്റോജനസിസിനെ സഹായിക്കുന്നു. സ്പെർമറ്റോജനസിസിനെ സഹായിക്കുന്നു. അതാണ് നമ്മുടെ ലേഡിക് സെൽസിന്റെ ഫംഗ്ഷൻ. ഇനി അടുത്തത് എന്താണ്? FSH, രണ്ടാമത്തെ ഹോർമോൺ ആണ്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ അക്ഷരം നോക്കിയാൽ മതി. S. അപ്പൊ ഏതായിരിക്കും? സെർട്ടോളി സെൽ. FSH ആക്ട് ഓൺ സെർട്ടോളി സെൽസ്. FSH ആക്ട് ഓൺ സെർട്ടോളി സെൽസ്. സെർട്ടോളി സെൽസിൽ ആക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? സെക്രീറ്റ് ഫാക്ടേഴ്സ് ഫോർ spermiogenesis. സ്പെർമിയോജനസിസ് ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് എന്ത് ചെയ്യുക? സെക്രീറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ സെർട്ടോളി സെൽസിന്റെ ഫംഗ്ഷൻ. ഇതാണ് അപ്പൊ റോള് ചോദിച്ചാൽ എഴുതേണ്ടത്. LH ന്റെ FSH ന്റെ റോൾ. LH act on Leydig cells that produce androgen which help in spermatogenesis, and FSH act on Sertoli cells that secrete factors for spermiogenesis. അതാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. Okay, ഇനി അടുത്തത് എന്താണ്? Write a single term used to denote LH and FSH together. LH നെയും FSH നെയും ഒന്നിച്ച് പറയുന്ന പേരെന്താണ് എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ആ പേര്? ഗൊണാഡോട്രോപ്പിൻസ്. എന്താണ്? ഗൊണാഡോട്രോപ്പിൻ. ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ പറയരുത് കേട്ടാ. അതെവിടുന്നാണ്? നമ്മുടെ ഹൈപ്പോതലാമസിൽ നിന്ന് വരുന്നതാണ്. ഇനി പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് വരുന്ന LH നെയും FSH നെയും ഒന്നിച്ച് പറയുന്ന പേരാണ് ഗൊണാഡോട്രോപ്പിൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതെ, നമ്മുടെ റോൾ ഓഫ് ഹോർമോൺസ് അതിന്റെ തന്നെ എക്സ്പ്ലനേഷൻ ആണ് കേട്ടാ. ഒന്ന് നോക്കിക്കോളൂ, അതിന്റെ തന്നെ എക്സ്പ്ലനേഷൻ ആണ്. ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തില്ല, അതിന്റെ തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിരിക്കുന്നതാണ്. ഒന്ന് നോക്കി നോട്ടിലേക്ക് എഴുതി പഠിക്കുകയൊക്കെ ചെയ്യാട്ടാ. അടുത്തത് അതേപോലെ തന്നെ എന്താണ്? മെയിൽസിലുള്ള പോലെ തന്നെ ഹോർമോൺസ് നമ്മൾക്കും ഉണ്ട്. നമ്മുടെ ശരീരത്തിലും ഫീമെയിൽസിന്റെ ശരീരത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? അത് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. LH ന്റെ ഫംഗ്ഷൻ എന്താണ്? LH ഫംഗ്ഷൻ ഓവുലേഷൻ. ഓവുലേഷനെ സഹായിക്കുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? LH ന്റെ ഫംഗ്ഷൻ. അടുത്ത നോക്കിയേ, FSH ന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? സ്റ്റിമുലേറ്റ് ഫോളിക്കുലാർ ഗ്രോത്ത് ആൻഡ് ഓവുലേഷൻ. LH ഓവുലേഷനെ സഹായിക്കുന്നു. FSH ആണെങ്കിൽ ഫോളിക്കിൾ ഡെവലപ്മെന്റിനും അതേപോലെ തന്നെ നമ്മുടെ ഓവുലേഷനും സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഫംഗ്ഷൻ ഓഫ് LH FSH ഇൻ ഫീമെയിൽസ് ചോദിച്ചാലും എഴുതിക്കൂടെ? എഴുതാം. ഓക്കെ,
അടുത്ത നോക്കിയേ, LH surge induces the rupture of Graafian follicle. LH surge ഉണ്ടാവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടുന്നത്. റപ്ചർ എന്ന് പറഞ്ഞാൽ പൊട്ടുക എന്നാണ്. Which gland produce LH in which day LH surge happen? ഏത് ഗ്ലാൻഡ് ആണ് LH പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നേരത്തെ നമ്മൾ ഫ്ലോ ചാർട്ട് എഴുതിയപ്പോൾ ഏത് ഗ്ലാൻഡ് ആണ് LH ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. അത് മെയിലായാലും ഫീമെയിലായാലും സെയിം അല്ലേ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് തന്നെയല്ലേ എല്ലാവരും ഉള്ളത് അല്ലെ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് എന്തുണ്ടാക്കണത്, നമ്മുടെ LH പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇൻ വിച്ച് ഡേ LH സർജ് ഹാപ്പൻസ്? എപ്പോഴാണ് LH സർജ് ഉണ്ടാവുന്നത്, LH പീക്ക് ലെവലിൽ വരുന്നത്? നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ 14ാമത്തെ ദിവസം. 14ാമത്തെ ദിവസമാണ് എന്ത് സംഭവിക്കുന്നത്, ആ ഓവുലേഷൻ, ഓവം പുറത്തേക്ക് വരുന്നത്. ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടി ഓവം പുറത്തേക്ക് വരുന്നത് 14ാമത്തെ ദിവസമാണ്. അപ്പൊ ആ 14ാമത്തെ ദിവസമായിരിക്കും എന്ത് നടക്കുന്നത്, LH സർജ്. LH സർജ് എന്ന് പറയുമ്പോൾ LH അങ്ങോട്ട് പീക്ക് ലെവലിൽ വരും. അത് മാക്സിമം ലെവലിൽ വരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, LH സർജ് എന്ന് പറയുന്നത്. അത് 14ാമത്തെ ദിവസമാണ്. ഇതിനെയാണ് 14ാമത്തെ ദിവസമാണ് നടക്കുന്നത്. Write the role of LH in males. നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലെ, LHന് മെയിൽസിൽ വരുന്ന റോൾ എന്താണ്? LH act on Leydig cells and produce androgens which help in spermatogenesis. അങ്ങനെ വേണം എഴുതാനായിട്ട്. ഓക്കെ, അടുത്ത ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്. മെൻസ്ട്രൽ സൈക്കിൾ എന്തായാലും എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. മെൻസ്ട്രൽ സൈക്കിളിന്റെ ചാർട്ട് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഐഡന്റിഫൈ A and B in ഗ്രാഫ്. ഗ്രാഫിൽ എയും ബി ഒക്കെ കണ്ടുപിടിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് നോക്കാം. നമുക്ക് പ്യൂബർട്ടി സ്റ്റേജിലാണ് എന്ത് തുടങ്ങണത്, നമ്മുടെ മെൻസ്ട്രേഷൻ ആദ്യമായിട്ട് തുടങ്ങണത്. ആ സ്റ്റാർട്ട് ചെയ്യുന്ന ആ മെൻസ്ട്രേഷനെ വിളിക്കുന്ന പേരാണ് മെനാർക്കി എന്നാണ് പറയുന്നത്. ഫസ്റ്റ് മെൻസ്ട്രേഷൻ, ആദ്യത്തെ നമ്മുടെ പ്രായപൂർത്തിയാകുന്ന ആ സമയം അല്ലെ, അപ്പോൾ ഉണ്ടാവുന്ന ആദ്യത്തെ മെൻസ്ട്രേഷൻ നമ്മൾ മെനാർക്കി എന്ന് പറയും. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നതാണോ? അല്ല. ഒരു 50 വയസ്സൊക്കെ ആവുമ്പോൾ എന്ത് ചെയ്യും, സ്ത്രീകൾക്ക് ഇതങ്ങടെ നിൽക്കും. ആ പോസ് ചെയ്യുന്നതിനെ, ആ നിൽക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, മെനോപോസ് എന്നാണ് പറയുന്നത്. ആ മെൻസ്ട്രേഷൻ ഒരു 50 വയസ്സൊക്കെ ആവുമ്പോൾ നിൽക്കും, സ്റ്റോപ്പ് ചെയ്യും, പിന്നെ ഉണ്ടാവില്ല. അതിനെ മെനോപോസ് എന്ന് പറയും. നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിന് 4 ഘട്ടങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ് നോക്കിയേ, മെൻസ്ട്രൽ ഫേസ് അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ എന്ന് പറയാം, ഫോളിക്കുലാർ ഫേസ്, പിന്നെ അതേപോലെ ഓവുലേറ്ററി ഫേസ്, പിന്നെ എന്താണ് ലൂട്ടിയൽ ഫേസ് അല്ലെങ്കിൽ സെക്രീറ്ററി ഫേസ്. അങ്ങനെ 4 ഫേസസ് ഉള്ളതാണ് എന്ത്, മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയും. അതില് ആദ്യത്തെ ഫേസ് മെൻസ്ട്രൽ ഫേസ്, അത് നമ്മുടെ 1 തൊട്ട് 5 ദിവസം വരെയാണ്. എന്താണ്, 1 തൊട്ട് 5 ദിവസം വരെയാണ് എന്ത്, മെൻസ്ട്രൽ സൈക്കിൾ. അവിടെ നടക്കുന്നത് എന്താണ്, മെൻസ്ട്രേഷൻ ആണ്. അതായത് എൻഡോമെട്രിയം നമ്മൾ പഠിച്ചു, ഇന്നർ ലെയർ ആണെന്ന് പഠിച്ചു അല്ലെ. ആ ഇന്നർ ലെയർ എന്ത് ചെയ്യും, പൊട്ടി പുറത്തേക്ക് വരുന്ന പ്രോസസ്സാണ് എന്ത്, മെൻസ്ട്രേഷൻ എന്ന് പറയും. അടുത്ത ഫേസ് രണ്ടാമത്തതാണ് ഫോളിക്കുലാർ ഫേസ് അല്ലെങ്കിൽ വേറൊരു പേരാണ് പ്രൊലിഫറേറ്റീവ് ഫേസ് എന്ന് പറയും. അത് ഏത് ദിവസമാണ്, 6 തൊട്ട് 13 ദിവസം വരെയാണ് എന്ത് നടക്കുന്നത്, നമ്മുടെ ഫോളിക്കുലാർ ഫേസ് എന്ന് പറയുന്നത്. അവിടെ നടക്കുന്നത് എന്താണ്, നമ്മുടെ പ്രൈമറി ഫോളിക്കിള് എന്തായിട്ട് മാറും, ഗ്രാഫിയൻ ഫോളിക്കിൾ ആയിട്ട് മാറും. പ്രൈമറി ഫോളിക്കിൾ എന്തായിട്ട് മാറും, ഗ്രാഫിയൻ ഫോളിക്കിൾ ആയിട്ട് മാറുകയും അവിടെ എന്ത് വരും, ഈസ്ട്രജന്റെ ലെവൽ കൂടും. ആ സമയത്ത് ഫോളിക്കുലാർ ഫേസിൽ എന്ത് ചെയ്യും, ഈസ്ട്രജന്റെ അളവ് എന്ത് ചെയ്യും, കൂടുതലായിരിക്കും. ആ ഈസ്ട്രജൻ എന്തിനു സഹായിക്കും, റീജനറേഷൻ ഓഫ് എൻഡോമെട്രിയം. ഫങ്ഷൻ ഓഫ് ഈസ്ട്രജൻ ചോദിച്ചാൽ എന്ത് പറയണം, റീജനറേഷൻ ഓഫ് എൻഡോമെട്രിയം. കാരണം മറ്റേത് ഇവിടെ നോക്കിയേ, മെൻസ്ട്രേഷന്റെ സമയത്ത് എന്ത് ചെയ്യും, എൻഡോമെട്രിയം എന്ത് ചെയ്യാണ്, അവിടെ നിന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് പുറത്തേക്ക് പോരുകയാണ്. അപ്പൊ പിന്നെ എൻഡോമെട്രിയം ഉണ്ടാവണ്ടേ, രണ്ടാമത്തെ മാസവും ഇതേപോലെ തന്നെ, അതായത് എല്ലാ മാസവും എന്ത് ചെയ്യുന്നുണ്ട്, എൻഡോമെട്രിയം ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ അത് എന്ത് ചെയ്യും, പുറത്തേക്ക് പോരുന്നുണ്ട്. അതായത് ഇംപ്ലാന്റേഷൻ നടക്കണില്ല എന്ന് കാണുമ്പോഴാണ് എന്ത് ചെയ്യണത്, എൻഡോമെട്രിയം പുറത്തേക്ക് പോരുന്നത്. പിന്നെ രണ്ടാമത്തെ മാസവും അടുത്ത മാസവും എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ ഇംപ്ലാന്റേഷൻ ഉണ്ടാവും എന്ന് വിചാരിച്ച് എൻഡോമെട്രിയം ഉണ്ടാക്കുന്നുണ്ട്. ആ ഉണ്ടാക്കാൻ റീജനറേഷന് സഹായിക്കുന്ന ഹോർമോൺ ആണ് ഏത്, ഈസ്ട്രജൻ. അത് നടക്കുന്ന ഏത് ഫേസിലാണ്, ഫോളിക്കുലാർ ഫേസിലാണ്. ഓക്കെ, പ്രൊലിഫറേറ്റീവ് ഫേസിലാണ്. 6 തൊട്ട് 13ാമത്തെ ദിവസം വരെ അതിന്റെ പണിയിലായിരിക്കും. അടുത്ത നോക്കിയേ, അടുത്തതാണ് ഓവുലേറ്ററി ഫേസ്. അത് ശ്രദ്ധിക്കുക, 14ാമത്തെ ദിവസം. 14ാമത്തെ ദിവസം നോക്കിയേ, LHും FSH ഒക്കെ എന്ത് ചെയ്യും, പീക്ക് ലെവലിൽ, LH മാക്സിമം ലെവലിൽ വരുന്നതിനെയാണ് നമ്മൾ LH സർജ് എന്ന് വിളിക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും, ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്യും, ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടി എന്ത് വരും, ഓവം പുറത്തേക്ക് പോരും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓവുലേഷൻ. അപ്പൊ ഓവുലേറ്ററി ഫേസിൽ എന്താ നടക്കുന്നത്, ഓവുലേഷൻ നടക്കും. അതായത് നമ്മുടെ ഗ്രാഫിയൻ ഫോളിക്കിൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഓവം പുറത്തേക്ക് പോരുന്ന പ്രോസസ്സ്. മനസ്സിലായ, ഓവം പുറത്തേക്ക് വന്നു.
അടുത്ത നോക്കിയേ, അടുത്താണ് ലൂട്ടിയൽ ഫേസ്. അത് 15 തൊട്ട് 28 ദിവസം വരെയാണ് എന്ത് നടക്കുന്നത്, ലൂട്ടിയൽ ഫേസ് നടക്കുന്നത്. 15 തൊട്ട് 28 ദിവസം വരെയാണ്. ആഫ്റ്റർ ഓവുലേഷൻ, നമ്മുടെ ഓവുലേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിയിട്ട് നമ്മുടെ ഓവം പുറത്തേക്ക് വരും. മറ്റേ ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ ബാക്കി റപ്ചർ ചെയ്ത ഗ്രാഫിയൻ ഫോളിക്കിൾ എന്തായി മാറും, ഒരു യെല്ലോ ഗ്ലാൻഡുലാർ മാസ് ആയിട്ട് മാറും, ഒരു മഞ്ഞ കളർ ഒരു സ്ട്രക്ചർ ആയിട്ട് മാറും. അതിന്റെ പേരാണ് കോർപ്പസ് ലൂട്ടിയം. ഇമ്പോർട്ടന്റ് ആണ്. ഗ്രാഫിയൻ ഫോളിക്കിൾ എന്തായിട്ട് മാറും, ഒരു മഞ്ഞ കളറ് ഒരു ഭാഗമായിട്ട് മാറും. അതിന്റെ പേരാണ് എന്ത്, കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്നതാണ് കോർപ്പസ് ലൂട്ടിയം. ഈ കോർപ്പസ് ലൂട്ടിയം അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, കോർപ്പസ് ലൂട്ടിയം സെക്രീറ്റ് പ്രൊജസ്റ്ററോൺ. കോർപ്പസ് ലൂട്ടിയം ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്രൊജസ്റ്ററോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട് സ്ത്രീ ശരീരത്തിൽ. ആ ഹോർമോൺ ഉണ്ടാക്കുന്നത് ഏതാണ്, കോർപ്പസ് ലൂട്ടിയം ആണ്. ഈ പ്രൊജസ്റ്ററോണിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം, ഇറ്റ് ഹെൽപ്സ് ഇൻ ദ മെയിന്റനൻസ് ഓഫ് എൻഡോമെട്രിയം. നമ്മുടെ ഗർഭപാത്രത്തിനുള്ളില് ഈ എൻഡോമെട്രിയം നിലനിൽക്കണമെങ്കിൽ ആരുടെ അളവ് വേണം, പ്രൊജസ്റ്ററോൺ ഹൈ ആയിട്ടിരിക്കണം. പ്രൊജസ്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്, എൻഡോമെട്രിയത്തിനെ അവിടെ നിർത്തും. എവിടെ വരെ, 28 ദിവസം, 15 തൊട്ട് 28 ദിവസം വരെ അത് എന്ത് ചെയ്യും, അവിടെ നിർത്തും. അതായത് പ്രൊജസ്ട്രോണിന്റെ അളവ് അപ്പൊ കൂടുതലായിരിക്കും നമ്മുടെ ശരീരത്തിൽ. എന്തിനു വേണ്ടിയിട്ടാണ്, ഇംപ്ലാന്റേഷൻ നടക്കും എന്ന് വിചാരിച്ചിട്ടാണ് ആ എൻഡോമെട്രി അവിടെ നിൽക്കുന്നത്. കുറെ കഴിയുമ്പോ ഇംപ്ലാന്റേഷൻ നടക്കണില്ല എന്ന് കാണുമ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങും, പതിയെ പതിയെ കോർപ്പസ് ലൂട്ടിയം അങ്ങോട്ട് നശിക്കാനായിട്ട് തുടങ്ങും. കോർപ്പസ് ലൂട്ടിയം നശിക്കുമ്പോൾ നമ്മുടെ പ്രൊജസ്ട്രോണിന്റെ അളവ് എന്ത് ചെയ്യും, കുറയും. പതിയെ പതിയെ അത് കുറയും. പ്രൊജസ്ട്രോണിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആര് നിൽക്കൂല, എൻഡോമെട്രിയം നിൽക്കില്ല. അതെന്ത് ചെയ്യും, പുറത്തേക്ക് പോരും. പ്രൊജസ്ട്രോണിന്റെ അളവ് കുറഞ്ഞാൽ പിന്നെ എൻഡോമെട്രിയം അവിടെ നിൽക്കില്ല. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് മെയിന്റനൻസ് ഓഫ് എൻഡോമെട്രിയം അവിടെ നിർത്തണത് ആരാണ്, പ്രൊജസ്ട്രോൺ ഉള്ളത് കൊണ്ടാണ്. അത് കുറഞ്ഞു കഴിഞ്ഞാൽ എൻഡോമെട്രിയം എന്ത് ചെയ്യും, പുറത്തേക്ക് വരും. അപ്പൊ എന്ത് ചെയ്യും, രണ്ടാമത്തെ സൈക്കിൾ, രണ്ടാമത്തെ മാസം മെൻസ്ട്രേഷൻ പീരീഡ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഇനി നോക്കിയേ, നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് ചെല്ലാം. ഐഡന്റിഫൈ എ ആൻഡ് ബി, എയും ബിയും തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ഏതാണ് നോക്കിയേ, ഇവിടെ വന്നിട്ട് നമ്മുടെ ഓവുലേഷൻ ടൈമിൽ ഉണ്ടാവും, അതിനുശേഷം പിന്നെയും കുറഞ്ഞ് പിന്നെയും കൂടും. അതേതായിരിക്കും, ഈ പ്രൊലിഫറേറ്റീവ് ഫേസില്, ഫോളിക്കുലാർ ഫേസിൽ നടക്കുന്നത്. ഓവുലേഷൻ ടൈമിലൊക്കെ കൂടുതലായിട്ട് നിൽക്കുന്ന ഹോർമോൺ ഏതാണ്, അത് ഈസ്ട്രജൻ ആണ്. അപ്പൊ എ എന്ന് പറയുന്നത് ഏതാണ്, ഈസ്ട്രജനും. ബി ഒന്ന് നോക്കി നിങ്ങള്, ബി എവിടെയില്ല, ബി ഇവിടെ ഒന്നുമില്ല കേട്ടാ. മെൻസ്ട്രേഷൻ പീരീഡിൽ ഇല്ല, ഓവുലേറ്ററി ഫേസിൽ ഇല്ല, ഫോളിക്കുലാർ ഫേസിൽ ഒന്നുമില്ല. എവിടെയാണ് ബിയുടെ അളവ് കൂടുന്നത്, നമ്മുടെ സെക്രീറ്ററി ഫേസിൽ മാത്രം. കാരണം എന്താണ്, അതേതായിരിക്കും, നമ്മുടെ കോർപ്പസ് ലൂട്ടിയം അവിടെ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. സെക്രീറ്ററി ഫേസിൽ മാത്രമേ കോർപ്പസ് ലൂട്ടിയം ഉണ്ടാവുന്നുള്ളൂ. ആ കോർപ്പസ് ലൂട്ടിയം ആണ് എന്തിനു പ്രൊഡ്യൂസ് ചെയ്യണത്, പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ പ്രൊജസ്ട്രോണിന്റെ ഗ്രാഫ് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം. ഒരൊറ്റ ഹമ്പ് ഉണ്ടാവുള്ളൂ. ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യും, അവിടെ മാത്രം ഒരു ഹമ്പ്, സെക്രട്ടറി ഫേസിൽ മാത്രം എന്ത് ചെയ്യും, ഒരു ഹമ്പ്. അതാണ് എന്തെന്ന് പറഞ്ഞാല് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത്. അപ്പൊ എ ഈസ്ട്രജനും, ബി എന്താണ്, പ്രൊജസ്ട്രോണും ആണ്. അടുത്ത എന്താണ്, ഐഡന്റിഫൈ ദ സ്ട്രക്ചർ സി ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഫംഗ്ഷൻ. സി എന്ന് പറയുന്ന സ്ട്രക്ചർ ഏതായിരിക്കും, ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിയിട്ട് ഓവം പുറത്തേക്ക് വരും. ഗ്രാഫിയൻ ഫോളിക്കിൾ പിന്നെ എന്തായിട്ട് മാറും, കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മാറും. സി എന്താണ്, കോർപ്പസ് ലൂട്ടിയം. സിയുടെ ഫംഗ്ഷൻ എന്തായിരുന്നു, it produce progesterone which helps in the maintenance of endometrium. അതാണ് സിയുടെ ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ എഴുതേണ്ടത്. Which pituitary hormone is secreted in its maximum level during the time of ovulation? ഓവുലേഷന്റെ സമയത്ത് ഏത് പിറ്റ്യൂട്ടറി ഹോർമോൺ ആണ് മാക്സിമം ലെവൽ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ LH സർജ് എന്നൊക്കെ പറഞ്ഞില്ലേ, ഏതാണ്, ലൂട്ടിനൈസിങ് ഹോർമോൺ LH ആണ് അങ്ങോട്ട് കൂടുതൽ ലെവലില് ഉണ്ടാവുന്നത്. LH ഇവിടെ ഇങ്ങനെയായിരിക്കും, LH ഇങ്ങനെയായിരിക്കും LHന്റെ ഗ്രാഫ്. LH അതിന്റെ താഴെയായിട്ടാണ് എന്ത് വരുന്നത്, FSH വരുന്നത്. LH പീക്ക് ലെവലിൽ വരും, അതിന്റെ താഴെ FSH. രണ്ടും കൂടുതലാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ ഏതായിരിക്കും, LH ആയിരിക്കും. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ. ടെക്സ്റ്റ് ബുക്കിലത്തെ പിക്ചർ ആണ് ഇത്, അതേപോലെ പഠിച്ചോളൂ. ഗ്രാഫുകളും, രണ്ട് ഗ്രാഫ് നമ്മുടെ LH FSH വേണം, അതേപോലെ ഈസ്ട്രജൻ പ്രൊജസ്ട്രോണും, ഓവുലേഷൻ, കോർപ്പസ് ലൂട്ടിയം എല്ലാരും ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത നോക്കിയേ, ലേബൽ എ ആൻഡ് ബി. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള പിക്ചർ ആണ് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട്. പണ്ടൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. ഇനി ചിലപ്പോൾ രണ്ടാമത് വരാം ചാൻസ് ഉണ്ട്. ലേബൽ എ ആൻഡ് ബി നമ്മുടെ ഓവറിന്റെ ഭാഗമാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം കേട്ടോ. ഇത് നോക്ക്, ഓവറിന്റെ ഭാഗമാണ്. ഓവറിയിൽ നോക്കിയേ,
പ്രൈമറി ഫോളിക്കിൾ ഉണ്ട് അല്ലെ, പ്രൈമറി ഫോളിക്കിൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഡെവലപ്പ് ചെയ്ത് നമ്മുടെ ടേർഷറി ഫോളിക്കിൾ ആവുമ്പോൾ അവിടെ ഒരു സ്ട്രക്ചർ ഉണ്ട്, ആൻഡ്രം, ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആൻഡ്രം എന്ന് പറയുന്നത്. പിന്നെയും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ടേർഷറി ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്ത് മെച്ചുർ ആയിട്ടുള്ള ഗ്രാഫിയൻ ഫോളിക്കിൾ ആയിട്ട് മാറും. ഗ്രാഫിയൻ ഫോളിക്കിൾ പുറത്തേക്ക് റപ്ചർ ചെയ്തിട്ട് എന്ത് പുറത്തേക്ക് വരും, ഓവം പുറത്തേക്ക് പോരും. ഓവം പുറത്തേക്ക് പോന്നു കഴിഞ്ഞാൽ, അതായത് ഓവുലേഷൻ അത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഫിയൻ ഫോളിക്കിൾ പിന്നെ എന്തായിട്ട് മാറും, കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മാറും. കോർപ്പസ് ലൂട്ടിയം ആണ് പിന്നെ എന്ത്, പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യുന്നത് പറഞ്ഞു അല്ലെ. ഇതാണ് നമ്മുടെ ഓവറുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇതാ ലേബൽ എ ആൻഡ് ബി. എ എന്തായിരുന്നു, ഇത് പ്രൈമറി ഫോളിക്കിൾ ആണ് അല്ലെ, പ്രൈമറി ഫോളിക്കിള്. ബി എന്തായിരുന്നു, ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി. കണ്ട ഇവിടെ നിന്നല്ലേ തുടങ്ങുന്നത്, അതേതാണ്, ടേർഷറി ഫോളിക്കിൾ. ടേർഷറി ഫോളിക്കിൾ, അവിടെയാണ് ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി ആയിട്ടുള്ള ആൻഡ്രം ഉണ്ടാകുന്നത്. അടുത്ത എന്താണ്, ഓൺ വിച്ച് ഡേ ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ. ഏത് ദിവസമാണ് ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടുന്നത്, അതായത് ഓവുലേഷൻ സംഭവിക്കുന്നത് ഏത് ദിവസമാണ്, 14ാമത്തെ ദിവസം, 14th ഡേ ആണ് എന്ത് സംഭവിക്കുന്നത്, ഓവുലേഷൻ നടക്കുന്നത്. അടുത്തത്, നെയിം ദ പ്രോസസ് ഇൻഡ്യൂസസ് ദ റപ്ചർ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ. ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടുന്ന, റപ്ചർ എന്ന് പറഞ്ഞാൽ പൊട്ടുക, ബ്രേക്ക് ചെയ്യുന്ന ആ പ്രോസസ്സിന്റെ പേരെന്താണ്, പ്രോസസ്സിന്റെ പേരാണ് ചോദിക്കുന്നത്. ആ പ്രോസസ്സിന്റെ പേരാണ് ഓവുലേഷൻ എന്ന് പറയും. എന്താണ്, ഓവുലേഷൻ. ഓവം, ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടി ഓവം പുറത്തേക്ക് പോരുന്ന ആ പ്രോസസ്സ്, അതിനെയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. അടുത്ത നോക്കിയേ, റൈറ്റ് ദ നെയിം ആൻഡ് ഫങ്ഷൻ ഓഫ് ദി സ്ട്രക്ചർ ഫോമിംഗ് ഇൻസൈഡ് ദ ഓവറി ആഫ്റ്റർ ദ റപ്ചർ ഓഫ് ഫോളിക്കിൾ. നോക്കിയേ, ഓവുലേഷൻ കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നു, കോർപ്പസ് ലൂട്ടിയം മറ്റേ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്, പൊട്ടി നമ്മുടെ ഓവം പുറത്തേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് ഉണ്ടാകുന്ന സ്ട്രക്ചർ ആണ് ചോദിക്കുന്നത്. അത് കഴിഞ്ഞുണ്ടാകുന്ന സ്ട്രക്ചർ ഏതാണ്, അതാണ് നമ്മുടെ കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്നത്. എന്താണ്, കോർപ്പസ് ലൂട്ടിയം. അപ്പൊ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതിന്റെ പിക്ചർ ഇമ്പോർട്ടന്റ് ആണ്, ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് കൊണ്ട്. അപ്പൊ അടുത്ത ചോദ്യമാണ് ഫെർട്ടിലൈസേഷൻ, പ്രോസസ് ഓഫ് ഫ്യൂഷൻ ഓഫ് സ്പേം ആൻഡ് ഓവം. ആ ചോദ്യമല്ല, എന്താണ് ഫെർട്ടിലൈസേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, പ്രോസസ് ഓഫ് ഫ്യൂഷൻ ഓഫ് സ്പേം ആൻഡ് ഓവം. സ്പേമും ഓവവും കൂടെ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അടുത്ത നോക്കിയേ, ചോദ്യം എന്താന്ന് നോക്കിയേ, ഓൾ കോപ്പുലേഷൻ ഡു നോട്ട് ലീഡ്സ് ടു പ്രഗ്നൻസി. വൈ? എല്ലാ കോപ്പുലേഷനും, എല്ലാ സെക്ഷൽ കോണ്ടാക്റ്റും പ്രഗ്നൻസിയിലേക്ക് നയിക്കോ? ഇല്ല. കാരണം എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം എന്താണ്, ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ ഓവവും സ്പേമും സൈമൾട്ടേനിയസ്ലി നമ്മുടെ ആംബുലറി ഇസ്തമിക് ജംഗ്ഷനിലേക്ക് വരണം. അതായത് ഓവവും സ്പേമും ഒരേ സമയം എവിടെ ഉണ്ടാവണം, നമ്മുടെ ആംബുലയിലാണല്ലോ എന്ത് നടക്കുന്നത്, ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ആ ആംബുലയില് ഉണ്ടാകണം. നമ്മുടെ പ്രീവിയസ് ടെക്സ്റ്റിൽ എന്താണ്, ആംബുലറി ഇസ്തമിക് ജംഗ്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ടെക്സ്റ്റില് ഫെർട്ടിലൈസേഷൻ നടക്കുന്ന പ്രോസസ്സ് ആംബുല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരേ ടൈമില് സൈമൾട്ടേനിയസ്ലി ഒരേ സമയത്ത് അത് എവിടെ ഉണ്ടാവണം, ആംബുലയിൽ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഫെർട്ടിലൈസേഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാ സെക്ഷൽ കോണ്ടാക്റ്റും പ്രഗ്നൻസിയിലേക്ക് ലീഡ് ചെയ്യണമെന്നില്ല. ഓക്കെ, അടുത്ത നോക്കിയേ, നമ്മള് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു, എന്തുണ്ടായി, സൈഗോട്ട് ഉണ്ടായി അല്ലെ, സിംഗിൾ സ്ട്രക്ചർ ആയിട്ടുള്ള സൈഗോട്ട് ഉണ്ടായി. സൈഗോട്ടിന് മൈറ്റോട്ടിക് ഡിവിഷൻ ഓഫ് സൈഗോട്ട് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബ്ലാസ്റ്റോമിയസ്. സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് കുറെ സെൽസ് ആവും. ആ സെൽസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബ്ലാസ്റ്റോമിയസ് എന്ന് പറയുന്നത്. ആ പ്രോസസ്സ്, സൈഗോട്ട് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങുന്ന, ബ്ലാസ്റ്റോമിയസ് ആകുന്ന ആ പ്രോസസ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ക്ലീവേജ് എന്ന് പറയുന്നത്. എന്താണ്, ക്ലീവേജ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ. എന്താണ് ക്ലീവേജ് എന്ന് കൊടുത്തിട്ടുണ്ട്. സൈഗോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മൈറ്റോട്ടിക് ഡിവിഷൻ നടത്തിയിട്ട് മറ്റേ ബ്ലാസ്റ്റോമിയസ് ഉണ്ടാകുന്ന പ്രോസസ് ആണ് എന്ത്, ക്ലീവേജ് എന്ന് പറയുന്നത്. അത് എവിടേക്ക് മാറും, ഇസ്തമസിൽ നിന്ന് എവിടേക്ക് പോകും തോറും, യൂട്രസിലേക്ക് പോകും തോറും അത് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടിരിക്കും. 2, 4, 8, 16 അങ്ങനെ ബ്ലാസ്റ്റോമിയസ് ആയിട്ടാണ് എന്ത് ചെയ്യണത്, അത് ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനുശേഷം ഒരു 8 തൊട്ട്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്, 1 മാർക്കിന് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദിക്കാറുണ്ട്. 8 തൊട്ട് 16 ബ്ലാസ്റ്റോമിയേഴ്സ് ആകുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് മോറുല എന്ന് പറയും. 8 തൊട്ട് 16 ആകുമ്പോൾ അതിനെ എന്തെന്ന് പേര് വിളിക്കും, മോറുല. പിന്നെയും എന്ത് ചെയ്യാൻ തുടങ്ങും, ഡിവൈഡ് ചെയ്താൻ തുടങ്ങും. അങ്ങനെ ഡിവൈഡ് ചെയ്ത് ഉണ്ടാവുന്ന സ്ട്രക്ചർ ആണ് ബ്ലാസ്റ്റോസിസ്റ്റ് അല്ലെങ്കിൽ ബ്ലാസ്റ്റുല എന്ന് പറയുന്നത്. ഓക്കെ,
ആ ഒരു ഫ്ലോ ചാർട്ട് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എഗ്, ഫെർട്ടിലൈസേഷൻ, സൈഗോട്ട് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങുന്ന പ്രോസസ്, ക്ലീവേജ് എന്തായിട്ട് മാറും, ബ്ലാസ്റ്റോമിയേഴ്സ് ആയിട്ട് മാറും. 8 തൊട്ട് 16 വരെ ആകുമ്പോൾ ഇതിനെ മൂറുല എന്ന് പറയും. മൂറുല പിന്നെ എന്തായി മാറും, പിന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുന്ന സ്ട്രക്ചർ ആണ് ബ്ലാസ്റ്റോസിസ്. ഈ ഫ്ലോ ചാർട്ട് നോക്കി വെച്ചോളൂ, ഇമ്പോർട്ടന്റ് ആണ്, എഴുതി വെച്ചോളൂ കേട്ടോ. അടുത്തത് ഡയഗ്രാം ഓഫ് ഹ്യൂമൻ ബ്ലാസ്റ്റോസിസ് ഇസ് ഗിവൺ ബിലോ. അതെ, നമ്മുടെ ബ്ലാസ്റ്റോസിന്റെ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ഇതാണ് ബ്ലാസ്റ്റോസിസ് എന്ന് പറഞ്ഞാൽ. ഐഡന്റിഫൈ എ ആൻഡ് ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എയും ബിയും എന്ത് ചെയ്യാനായിട്ട് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ബി നോക്കിയ ഏറ്റവും പുറമെ നമ്മുടെ ബ്ലാസ്റ്റോമിയേഴ്സ് ഇല്ലേ, ഈ ബ്ലാസ്റ്റോമിയേഴ്സ് എന്ത് ചെയ്യും, ഇതിന്റെ ഔട്ടർ ലെയർ ആയിട്ട് ഇങ്ങനെ വന്നു നിൽക്കും. അതിനെയാണ് നമ്മൾ ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ട്രോഫോബ്ലാസ്റ്റിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു കുറെ സെല്ലുകൾ കണ്ടാ നിങ്ങള്, അതിനെയാണ് ഇന്നർ സെൽ മാസ് എന്ന് പറയുന്നത്. എന്താണ് ഇന്നർ സെൽ മാസ്? ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലാസ്റ്റോസിസ്റ്റിന്റെ സ്ട്രക്ചർ. ബ്ലാസ്റ്റോമിയേഴ്സ് എന്തെയും പുറത്ത് ഒരു ഔട്ടർ ലെയർ പോലെ വന്ന് നിൽക്കും, അതിനെ ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറയും. ട്രോഫോബ്ലാസ്റ്റിലേക്ക് അറ്റാച്ച് ചെയ്ത് വേറെ കുറെ ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ടാവും, അതിനെ ഇന്നർ സെൽ മാസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതിന്റെ ഫങ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. ബ്ലാസ്റ്റോസിസ്റ്റ്, ബ്ലാസ്റ്റോമിയേഴ്സ് അറേഞ്ച്ഡ് ഇൻടു ട്രോഫോബ്ലാസ്റ്റ്, ഔട്ടർ ലെയർ ആയിട്ട് മാറും. ഫങ്ഷൻ ഓഫ് ട്രോഫോബ്ലാസ്റ്റ് ചോദിച്ചാൽ ഹെൽപ്സ് ബ്ലാസ്റ്റോസിസ്റ്റ് ടു അറ്റാച്ച് ടു എൻഡോമെട്രിയം. എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്നത് ഏതാണ്, ഈ ട്രോഫോബ്ലാസ്റ്റ് ആണ്. അതിനുശേഷം ഇന്നർ സെൽ മാസിന്റെ ഫംഗ്ഷൻ എന്താണ്, അറ്റാച്ച് ട്രോഫോബ്ലാസ്റ്റുമേക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അത് എന്തായിട്ട് മാറും, ഓർഗൻസ് അല്ലെങ്കിൽ എംബ്രിയോ ആയിട്ട് അത് മാറുന്നു. ഇന്നർ സെൽ മാസ് ആണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്, എംബ്രിയോ ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇംപ്ലാന്റേഷൻ എന്താണെന്ന് പറഞ്ഞിട്ട് യൂട്രൈൻ സെൽസ് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്തിട്ട് ഈ ബ്ലാസ്റ്റോസിസ് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ വന്ന് കവർ ചെയ്ത് ഉള്ളിലേക്ക് ഇറങ്ങി നിൽക്കും. അങ്ങനെ ബ്ലാസ്റ്റോസിസ് ബിക്കം എംബഡ് ഇൻ എൻഡോമെട്രിയം. എൻഡോമെട്രിയത്തിൽ ഉള്ളിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യും, ഉള്ളിലേക്ക് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന പ്രോസസ് ആണ് എന്ത്, ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ പിക്ചർ ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചേഴ്സ് ആണ്. നമ്മുടെ യൂട്രസിന്റെ ഉള്ളിലാണ് എന്ത്, ബ്ലാസ്റ്റോസിസ്റ്റ്, നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബിന്റെ ഉള്ളിലാണ് എന്ത്, നമ്മുടെ ബ്ലാസ്റ്റോസിസ്റ്റ് വരെയും ആവുന്നത് എവിടെ, നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബിന്റെ ഉള്ളിലാണ്. ബ്ലാസ്റ്റോസിസ്റ്റ് ആയി കഴിഞ്ഞാലാണ് അത് എവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്, യൂട്രസിന്റെ ഉള്ളിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു പ്രോസസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ പിക്ചർ. നോക്കിയ അടുത്തത്, പ്ലാസന്റ ഓൾസോ ആക്ട് ആൻ എൻഡോക്രൈൻ ടിഷ്യൂ ആൻഡ് പ്രൊഡ്യൂസ് സെവറൽ ഹോർമോൺസ്. നെയിം എനി ടു പ്ലാസന്റൽ ഹോർമോൺസ്. നമുക്കറിയാം പ്ലാസന്റ നമ്മുടെ അമ്മയുടെയും കുഞ്ഞും തമ്മിലുള്ള നേരിട്ട് ബ്ലഡ് കണക്ട് ആവുന്നില്ല അല്ലെ, അതിന് പകരം അവിടെ ഒരു എന്താണ് ഒരാളായിട്ട് നിൽക്കുന്നത്, മൂന്നാമനായിട്ട് നിൽക്കുന്നത് ആരാണ്, പ്ലാസന്റയാണ്. പ്ലാസന്റ എന്താണ് പ്ലാസന്റ? ബ്ലഡ് വാസ്കുലാർ കണക്ഷൻ ബിറ്റ്വീൻ എംബ്രിയോ ആൻഡ് മറ്റേണൽ ബോഡി. അമ്മയുടെ ബോഡിയും അതേപോലെ തന്നെ നമ്മുടെ ഈ എംബ്രിയോയും തമ്മിലുള്ള ഒരു ബ്ലഡ് വാസ്കുലാർ കണക്ഷൻ ആര് വഴിയാണ് സാധ്യമാക്കുന്നത്, പ്ലാസന്റ വഴിയാണ്. ഒരിക്കലും നേരിട്ട് അവർ തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്നില്ല. നമ്മുടെ ട്രോഫോബ്ലാസ്റ്റ് പറഞ്ഞില്ലേ, എവിടെ ട്രോഫോബ്ലാസ്റ്റും എന്ന് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഇങ്ങനെ ഉണ്ടാവും. ട്രോഫോബ്ലാസ്റ്റും എന്ന് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേര് കോറിയോണിക് വില്ലി എന്നാണ്. ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഇൻ ട്രോഫോബ്ലാസ്റ്റ് ആണ് എന്ത്, കോറിയോണിക് വില്ലി. ഈ കോറിയോണിക് വില്ലിയും അങ്ങനെ യൂട്രസിന്റെ ബ്ലഡും മെറ്റേണൽ ബ്ലഡും ടിഷ്യൂസും എല്ലാം കൂടെ ചേർന്നിട്ട് ഇന്റർഡിജിറ്റ് ആയിട്ട്, അമ്മരെ ടിഷ്യൂസും എല്ലാം കൂടെ ബ്ലഡും ഇന്റർഡിജിറ്റ് ആയിട്ട് എല്ലാം കൂടെ ചേർന്നിട്ടാണ് അത് എന്തായി മാറുന്നത്, പ്ലാസന്റ ആയിട്ട് മാറുന്നത്. അപ്പൊ ട്രോഫോബ്ലാസ്റ്റും എന്നാ എന്ത് വരും, ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് വരും. അതിനെന്തെന്ന് പറയും, കോറിയോണിക് വില്ലി എന്ന് പറയും. പിന്നെ അമ്മര ബ്ലഡും ടിഷ്യൂസും എല്ലാം ഇതിനായിട്ട് കൂടിച്ചേരും. അങ്ങനെ അത് എന്തായിട്ട് മാറും, പ്ലാസന്റ ആയിട്ട് മാറുന്നു. ഓക്കെ, പ്ലാസന്റ ആയിട്ട് മാറുന്നു. നോക്കിയേ, ഫങ്ഷൻസ് ഓഫ് പ്ലാസന്റ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്, നെയിം ടു പ്ലാസന്റൽ ഹോർമോൺസും അതേപോലെ ഫങ്ഷൻസ് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഫങ്ഷൻസ് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഹോർമോൺസ് കിട്ടും കേട്ടാ. ഫങ്ഷൻസ് നോക്കിയേ, സപ്ലൈ ഓക്സിജൻ ന്യൂട്രിയൻസ് ഫ്രം മദർ ടു ഫീറ്റസ്. അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് എന്ത് കൊടുക്കുക, ന്യൂട്രിയൻസും ഓക്സിജൻസ് ഒക്കെ കൊണ്ടു കൊടുക്കുക. പിന്നെ എന്താണ്, റിമൂവ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ഫീറ്റസ്. ഫീറ്റസിന്റെ അവിടെ വർക്ക് ചെയ്ത സെല്ലുകളിൽ എന്തുണ്ടാവും, വേസ്റ്റുകൾ ഉണ്ടാവും അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള എക്സ്ക്രീറ്ററി വേസ്റ്റുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഫീറ്റസിൽ നിന്ന് അമ്മയുടെ ബ്ലഡിലേക്ക് എത്തിക്കുന്നത് ആരാണ്, പ്ലാസന്റ വഴിയാണ്. അടുത്ത നോക്കിയേ, ആക്ട് ആസ്, പ്ലാസന്റ എന്തായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്, എൻഡോക്രൈൻ ടിഷ്യൂസ്. എന്താണ് ഈ എൻഡോക്രൈൻ ടിഷ്യൂസ് എന്ന് പറഞ്ഞാല്, ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്ന ടിഷ്യൂസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, എൻഡോക്രൈൻ ടിഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, ഹോർമോണുകളും സെക്രീറ്റ് ചെയ്യും. ഏതൊക്കെ ഹോർമോൺസ് ആണ് സെക്രീറ്റ് ചെയ്യണമെന്ന് നോക്കിയേ, ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോഫിൻ, അതിനെ HCG എന്നാണ് വിളിക്കുക.
അതേപോലെ തന്നെ ഹ്യൂമൻ പ്ലാസന്റൽ ലാക്ടജൻ, HPL, ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. ഇത്രയും ഹോർമോൺസ് ആണ് പ്ലാസന്റ ഉണ്ടാക്കുന്നത്. അതില് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയേ, നെയിം എനി ടു പ്ലാസന്റൽ ഹോർമോൺസ്. പ്ലാസന്റൽ ഹോർമോൺസ് നമ്മൾ മെയിൻ ആയിട്ട് എഴുതേണ്ടത് ഏതാണ്? HCG-യും അതേപോലെ HPL-ഉമാണ്. ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഒക്കെ പ്ലാസന്റ മാത്രമാണോ ഉണ്ടാക്കുന്നത്? അല്ല. അല്ലാതെ നമ്മുടെ ശരീരത്തിലെ നമുക്ക് മെൻസ്ട്രൽ സൈക്കിളിന്റെ സമയത്ത് നമ്മൾ പഠിച്ചില്ല ഈസ്ട്രജനും പ്രൊജസ്ട്രോണും, അപ്പോഴും നമ്മുടെ ശരീരത്തിലുണ്ട്. പക്ഷേ ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ, പ്രഗ്നന്റ് ആകുമ്പോൾ മാത്രം കാണപ്പെടുന്ന ഹോർമോൺ, ശരീരത്തിൽ കാണപ്പെടുന്ന ഹോർമോൺ ഏതാന്ന് ചോദിച്ചാൽ ഇത് പറയണം HCG-യും HPL. കാരണം ആ സ്ത്രീയിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? പ്ലാസന്റ ഉണ്ടാവുള്ളൂ. പ്ലാസന്റ ഉണ്ടാക്കുന്നതല്ലേ HCG-യും HPL-ഉം അല്ലെ? അല്ലാത്ത സ്ത്രീകൾക്ക്, സാധാരണ ഗർഭിണി അല്ലാത്തൊരു സ്ത്രീയിൽ പ്ലാസന്റ ഉണ്ടാവോ? ഇല്ല. മനസ്സിലായ? അപ്പൊ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും നമ്മുടെ ശരീരത്തിൽ അല്ലാതെയും നമുക്ക് എന്ത് ചെയ്യും? കാണപ്പെടും. പ്ലാസന്റ അതും കൂടി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളൂ. ഓക്കെ. പ്രഗ്നൻസി ടൈമിൽ കാണപ്പെടുന്ന ഹോർമോൺ ഏതാണ് എന്ന് ചോദിച്ചാല് അത് ഏതാണ്? HCG-യും HPL-ഉം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 2 പ്ലാസന്റൽ ഹോർമോൺസ് എഴുതാൽ HCG-യും HPL-ഉം എഴുതിയാൽ മതി. ഇനി ഫങ്ഷൻസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലെ? എന്തൊക്കെയാണ്? ഇതാണ് ഫങ്ഷൻസ്, പഠിച്ചു വെക്കാം. അടുത്ത നോക്കിയേ, when the urine sample of a lady is tested, presence of human chorionic gonadotrophin is detected. അതായത് ഒരു ലേഡിയുടെ, ഒരു സ്ത്രീയുടെ യൂറിൻ സാമ്പിൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അവിടെ എന്തിന്റെ സാന്നിധ്യം കണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? HCG, ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോഫിന്റെ സാന്നിധ്യം കണ്ടെത്തി. അപ്പോ ചോദ്യം എന്താണ്? വാട്ട് ഡസ് ദ പ്രസൻസ് ഓഫ് HCG ഇൻഡിക്കേറ്റ്? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും? എന്തായിരിക്കണം? HCG ഉണ്ടാവുന്നത് ആരിൽ മാത്രമാണ്? ദ ലേഡി ഈസ് പ്രഗ്നന്റ് അല്ലെ? ലേഡി എന്തായിരിക്കണം? പ്രഗ്നന്റ് ആയിരിക്കണം. അല്ലാത്തൊരാളില് കാണപ്പെടുവോ ഈ HCG? ഇല്ല. കാരണം അത് പ്ലാസന്റ ഉണ്ടാക്കണതാണ്. മനസ്സിലായി? അപ്പൊ ലേഡി പ്രഗ്നന്റ് ആണ്. വിച്ച് ഈസ് ദ സോഴ്സ് ഓഫ് HCG? HCG എവിടെ നിന്ന് ഉണ്ടാകുന്നു? HCG-യുടെ സോഴ്സ് എന്താണ്? അത് പ്ലാസന്റയാണ്. പ്ലാസന്റയിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? HCG ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? അടുത്ത ചോദ്യം, അടുത്ത നോക്കിയതേ, അടുത്ത ഇമ്പോർട്ടന്റ് ആണ്. മദേഴ്സ് മിൽക്ക് ഈസ് കൺസിഡേർഡ് എസെൻഷ്യൽ ഫോർ ന്യൂ ബോൺ ഇൻഫാന്റ്സ്. എന്താണ്? അമ്മയുടെ പാല് എന്താണ്? അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ആർക്ക്? നമ്മുടെ ഉണ്ടായ കുട്ടിക്ക്, ന്യൂ ബോൺ ഇൻഫാന്റിന് അത്ര ഇമ്പോർട്ടന്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെയിം ദ യെല്ലോയിഷ് ഫ്ലൂയിഡ് സെക്രീറ്റഡ് ബൈ മദർ ഫ്രം ബ്രസ്റ്റ് ഡ്യൂറിംഗ് ദ ഇനീഷ്യൽ ഡേയ്സ് ഓഫ് ലാക്ടേഷൻ. ലാക്ടേഷൻ, മുലയൂട്ടുന്ന സമയത്ത് ആദ്യഘട്ടത്തില് ഫസ്റ്റ് വരുന്ന ആ പാലിന് ഒരു പേരുണ്ട്. ഒരു മഞ്ഞ കളർ ഒരു ഫ്ലൂയിഡ് ആയിരിക്കും വരുന്നത്. അതിന്റെ പേരെന്താണ്? അതിന്റെ പേരാണ് കൊളോസ്ട്രം എന്നാണ് പറയുന്നത്. കൊളോസ്ട്രം, ആദ്യത്തെ പാല് ട്ടാ, ആദ്യ ദിവസങ്ങൾ ഉണ്ടാവുന്നത് ഒരു മഞ്ഞ കളർ ഒരു ഫ്ലൂയിഡ് ആണ്. അതിന്റെ പേരാണ് കൊളോസ്ട്രം എന്ന് പറയുന്നത്. ഇവാലുവേറ്റ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ഗെറ്റിംഗ് ഫസ്റ്റ് മിൽക്ക് ടു ന്യൂ ബോൺ ബേബി. എന്തുകൊണ്ടാണ് ഈ കൊളോസ്ട്രം അല്ലെങ്കിൽ മിൽക്ക് ഈ കുട്ടിക്ക് കൊടുക്കണം എന്ന് പറയുന്നത്? നമ്മുടെ ജനിച്ചു വീഴുന്ന കുട്ടിക്ക് എന്തെങ്കിലും പ്രതിരോധ ശേഷി ഉണ്ടാവോ? ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ കുറെ ആന്റിബോഡീസ് ഒക്കെ ഉണ്ട് അല്ലെ? എന്ത് രോഗാണു വന്നാലും അതിനെ പ്രതിരോധിക്കാനായിട്ട്. പക്ഷെ ഈ ജനിച്ചു വീഴുന്ന കുട്ടിക്ക് അതിന്റെ ശരീരത്തിൽ എന്തെങ്കിലും പ്രതിരോധ ശേഷി ഉണ്ടാവോ? അല്ലെങ്കിൽ എന്തെങ്കിലും ആന്റിബോഡീസ് ഉണ്ടാവോ? ഇല്ല. അവർക്ക് അപ്പൊ വേഗം അസുഖങ്ങൾ വരാം. അപ്പൊ അതില്ലാതിരിക്കാനായിട്ട് അമ്മയുടെ പാലിൽ നിന്ന് നേരിട്ട് കുറെ ആന്റിബോഡീസ് ആർക്ക് കിട്ടുന്നുണ്ട്? കുട്ടിക്ക് കിട്ടും. അങ്ങനെയാണ് അതെന്ത് ചെയ്യണത്? പ്രതിരോധിക്കുന്നത് അവരുടെ ശരീരം. അപ്പോ ഈ പാല് കൊടുക്കാതിരുന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കുട്ടിക്ക് പ്രതിരോധ ശേഷി ഉണ്ടാവോ? ഇല്ല അല്ലെ? വേഗം എന്ത് ചെയ്യും? അസുഖങ്ങൾ വരും. വേഗം രോഗാണുക്കൾ അവരുടെ ശരീരത്തിലേക്ക് കടന്ന് അസുഖങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് മുലപ്പാല് കൊടുക്കണം, അതുപോലെ തന്നെ പ്രത്യേകിച്ച് കൊളോസ്ട്രം കൊടുക്കണം എന്ന് പറയുന്നത്. കാരണം മുലപ്പാൽ വഴിയാണ് അവർക്ക് അമ്മയുടെ ശരീരത്തിൽ നേരിട്ട് എന്ത് ചെയ്യണത്? ആന്റിബോഡീസ് ഉണ്ടാവുന്നത്. അവര് ജനിച്ചു വീണ അന്ന് തന്നെ എന്ത് ചെയ്യില്ല? ആന്റിബോഡീസ് ഒന്നും ഉണ്ടാക്കൂല. അതിന് കുറെ സമയം എടുക്കും. അപ്പൊ അതുവരെയും എന്ത് ചെയ്യണം? ഈ രോഗങ്ങളിൽ നിന്ന് പ്രതിരോധിക്കാനായിട്ട് അമ്മയുടെ പാല് വഴിയാണ് എന്ത് ചെയ്യണത്? ഈ ആന്റിബോഡീസ് കുട്ടിക്ക് കിട്ടുന്നത്. അപ്പൊ എന്തായാലും ലാക്ടേഷൻ ചെയ്യണം, പ്രത്യേകിച്ച് കൊളോസ്ട്രം കൊടുക്കണം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആന്റിബോഡീസ് കിട്ടാനാണ്. അതിന്റെ ആൻസർ ഇവിടെ ഉണ്ട്. എന്താണ്? കൊളോസ്ട്രം എന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ സിഗ്നിഫിക്കൻസ് കണ്ടെയ്ൻസ് ആന്റിബോഡി, IgA പോലുള്ള ആന്റിബോഡീസ് കിട്ടും. എസെൻഷ്യൽ ടു ഡെവലപ്പ് റെസിസ്റ്റൻസ് ടു ന്യൂ ബോൺ ബേബി. കുട്ടികൾക്ക് പ്രതിരോധ ശേഷി ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ പറയുന്ന മുലപ്പാൽ വഴിയാണ്. ഓക്കെ. അടുത്ത നോക്കിയാ, അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ് കേട്ടോ. മന്ത് ഓഫ് പ്രഗ്നൻസി, ഓരോ മന്തുകളും എന്തൊക്കെയാണ് അവിടെ ഡെവലപ്മെന്റ് ചെയ്ത്. ആദ്യത്തെ മാസം, ഫസ്റ്റ് മന്ത് നമുക്ക് ആദ്യം നോക്കാം, ആദ്യം പഠിക്കാം. എന്നിട്ട് ഇത് ഏതാണ്? ഫസ്റ്റ് മന്ത് ആദ്യം എന്താണ് ഡെവലപ്പ് ചെയ്യുന്നത്? നമ്മുടെ ഹാർട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ആദ്യം
ഏതാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഹാർട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. രണ്ടാമത്തെ മാസം ആവുമ്പോഴാണ് എന്ത് ലിംസും ഡിജിറ്റ്സും, കൈയും കാലുകളും വിരലുകളൊക്കെ എന്ത് ചെയ്യും, ഡിജിറ്റ്സ് എന്ന് പറഞ്ഞ വിരലുകളൊക്കെ എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. മൂന്നാമത്തെ മാസം എത്തുമ്പോൾ ലിംസും അതേപോലെ എക്സ്റ്റേണൽ ജെനിറ്റാലിയെ എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നു. അതേപോലെ 5-ാം മാസം, അത് ഇമ്പോർട്ടന്റ് ആണ്. 5-ാം മാസമാണ് എന്ത് ചെയ്യണത്, നമ്മുടെ മൂവ്മെന്റ്, ചലനങ്ങൾ തുടങ്ങുന്നത് അല്ലെ. മൂവ്മെന്റും അതേപോലെ തലയിൽ എന്ത് ചെയ്യും, ഹെയർ ഒക്കെ വന്ന് തുടങ്ങണതൊക്കെ 5-ാം മാസത്തിലാണ്. അതേപോലെ 6th മന്തിൽ നമ്മുടെ ശരീരം, ബോഡി മൊത്തം എന്ത് ചെയ്യും, നമുക്ക് രോമങ്ങൾ ഉണ്ട് അല്ലെ, ശരീരം മൊത്തം എന്ത് ചെയ്യും, ചെറിയ ചെറിയ രോമങ്ങൾ വരും. ഐലിഡ്സ് സെപ്പറേറ്റ് ചെയ്യും. അതേപോലെ ഐലാഷസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്ന സമയമാണ് ഇത് 6-ാം മാസം. 9-ാം മാസം ആവുമ്പോഴേക്ക് എന്ത് ചെയ്യും, ഫീറ്റസ് ഫുള്ളി ഡെവലപ്ഡ് ആവും അല്ലെ. നമ്മുടെ പാർച്ചുറേഷന് വേണ്ടിയിട്ട് ആളെന്തായി, ഫുള്ളി ഡെവലപ്പ് ചെയ്ത് റെഡി ആയിട്ടാവും. അതാണ് 9-ാം മാസം. അപ്പൊ ഇത് നമുക്ക് ജോയിൻ ചെയ്യാൻ സിമ്പിൾ അല്ലേ. ഏതായിരിക്കും, ഫസ്റ്റ് മന്തില് ഏതാണ്, ഇവിടെ ഹാർട്ട് ഫോംഡ് എന്നാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ ഇവിടെ എന്താണ്, ഹാർട്ട് സൗണ്ട് ഈസ് നോട്ടീസ്, രണ്ട് സെയിം അല്ലേ. അപ്പൊ എന്താണ്, ഫസ്റ്റ് മന്തില് ഹാർട്ട് ഉണ്ടായി. അടുത്ത് സെക്കൻഡ് മന്തിൽ എന്തായിരുന്നു, സെക്കൻഡ് മന്തില് നമ്മുടെ ലിംസും ഡിജിറ്റ്സ് ഒക്കെ എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. അതേപോലെ 5th മന്തിൽ എന്താണ്, ഫസ്റ്റ് മൂവ്മെന്റ്. 6th മന്തില് ഐലിഡ്സും സെപ്പറേറ്റ് ചെയ്യും, ഐലാഷസ് ഒക്കെ ഉണ്ടാകും. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മുടെ ഡെവലപ്മെന്റ് സ്റ്റേജ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ, നമ്മുടെ ഹ്യൂമൻ എംബ്രിയോയുടെ ഡെവലപ്മെന്റ് സ്റ്റേജ്. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത്, ഇത് മാത്രമല്ല കേട്ടാ, ഇതുപോലെ തന്നെ വേറെ പല രീതിയിലും ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ പല രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്യുക, ഈ വീഡിയോ കണ്ട് ക്വസ്റ്റ്യനും ആൻസറും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്ത പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററുമായിട്ടാണ് വരാൻ പോകുന്നത് കേട്ടാ. ഓക്കെ, അപ്പൊ താങ്ക് യു.